സ്തോത്രം. ഹല്ലേലൂയ. അഭിഷേകമുള്ള ദൈവജനം ആത്മനിറവ് ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധിക്കുന്നവരുടെ ആരാധനയെ തടയാൻ, പ്രാർത്ഥിക്കുന്നവരുടെ വചന ശുശ്രൂഷ, ഹല്ലേലൂയ, ആരാധനയെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം. ആരാധനയെങ്കിലാ ബന്ധനങ്ങൾ അഴിയുന്നത്, ആരാധനയെങ്കിലാ കെട്ടുകൾ അഴിയുന്നത്. ഒരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം, സ്തോത്രം, അതിന്റെ 13-ാം വാക്യം വായിച്ചാട്ട്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 13-ാം വാക്യം. യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നന്നായി രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുൻപാകെ നിന്ന് അവനോട് പറയേണ്ടതെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. സ്തോത്രം. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കുന്നത് ഇങ്ങനെയാണ്, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. നമ്മളെ ദൈവം വീണ്ടെടുത്തത് ആരാധനയ്ക്കായിട്ടാണ്. അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കാൻ അധിക സമയമില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. സ്തോത്രം. എന്നെ നന്നായി അറിയാവുന്ന ദൈവദാസിദാസന്മാരൊക്കെ ഇവിടെ ഉണ്ട്. സ്തോത്രം. വീട്ടിൽ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന, പേരെടുത്ത് പറയാനൊന്നും താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. മഹത്വം മുഴുവൻ കർത്താവ് എടുക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെയൊക്കെ വീണ്ടെടുത്തത്, നമ്മളെയൊക്കെ പുറത്തു കൊണ്ടുവന്നത്, സ്തോത്രം, ദൈവത്തെ ആരാധിക്കാനാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കും, 7 ദിവസമാകുമ്പോൾ 35 പ്രാവശ്യം വരെ നിസ്കരിക്കും. ഞങ്ങളൊക്കെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ്, സ്തോത്രം, കുളിച്ചിട്ട് വന്നിട്ട് ട്യൂഷന് പോലും പോകണമെങ്കിൽ, സ്കൂളിൽ പോകണമെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്ന് കുളിച്ചു തൊടാതെ, സ്തോത്രം, അതിന് പോലും വിട്ടിട്ടില്ല. വൈകിട്ട് ദീപാരാധനയും തൊഴിൽ ദിവസം 2 നേരം ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. 7 ദിവസമാകുമ്പോൾ 14 പ്രാവശ്യം ഞങ്ങൾ പോകും. പ്രൈസ് ദി ലോർഡ്. മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കുമ്പോൾ, 7 ദിവസം 35 പ്രാവശ്യം നിസ്കരിക്കുമ്പോൾ, ഞങ്ങൾ 7 ദിവസം 14 പ്രാവശ്യം ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തും. സ്തോത്രം. സന്ധ്യാനാമങ്ങൾ ചൊല്ലി, സഹസ്രനാമങ്ങളൊക്കെ ചൊല്ലി, സ്തോത്രം, അങ്ങനെ ജീവിച്ച അനുഭവങ്ങൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ അങ്ങനെ ആരാധിക്കുമ്പോൾ, ഹൈന്ദവ സഹോദരങ്ങൾ ഇങ്ങനെ ആരാധിക്കുമ്പോൾ, അറിഞ്ഞതിനെ അവർ അറിഞ്ഞ് ആരാധിക്കുമ്പോൾ, ക്രിസ്ത്യാനി സ്തോത്രം പറയുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ തന്നെ നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാ വരുന്നതെന്ന് അറിയാമോ? സ്തോത്രം. പല സ്റ്റേജുകളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാട്ട് പാടുന്നവരല്ലേ, വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരല്ലേ, ദൈവദാസന്മാർ പറയാറുണ്ട്, ഒന്ന് കരമടിച്ച് ആരാധിച്ചേ, ഒന്ന് മുഖത്തോട് മുഖം നോക്കിക്കേ, ഒന്ന് കൈ കൊടുത്ത് സ്തോത്രം പറയും, ഒന്ന് ചിരിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞേ. എന്നാൽ ശവക്കോട്ടെ കുരിശിരിക്കുന്ന പോലെ വന്ന് ഇരുത്തിട്ട് പോകുന്ന ഒരുപാട് ക്രിസ്ത്യാനികളെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ വേർതിരിച്ചത്, ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്നത് ദൈവത്തെ ആരാധിക്കാനാ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തെ ആരാധിക്കാനാ നമ്മൾ വന്നത്? അതുകൊണ്ട് ആദ്യമേ ഞാൻ പറയാം, തൊണ്ടക്കുഴി ശബ്ദമുള്ളപ്പോൾ ആധരം പൂട്ടി ദൈവസന്നി വന്നിരിക്കരുത്. യെരിഹോവിന്റെ മതിൽ തകർന്നത് ജനം ഒരുമിച്ച് ആർപ്പിട്ടപ്പോഴാണെങ്കിൽ, സിംഹത്തിന്റെ വായ അടച്ചത് അല്ലെ പ്രാർത്ഥനയുടെ ശക്തിയാണെങ്കിൽ, തീയുടെ ബലം കെട്ടത് അല്ലെ പ്രാർത്ഥനയുടെ ശക്തിയാണെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടിയായി സർവശക്തൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിപ്പാനാ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവന്നത്. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. സ്തോത്രം. 29-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. എന്നെ കൊടുക്കണം? യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. അതിന്റെ 11-ാം വാക്യം പറയുന്നു, യഹോവ തന്റെ ജനത്തിന് ശക്തി തരുമെന്ന്. എന്റെ ജനത്തെ, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞ അതേ ദൈവം സങ്കീർത്തനം 29:11 പറയുന്നു, അല്ലെ, എന്റെ ജനത്തിന് ഞാൻ ശക്തി തരും, എന്റെ ജനത്തിന് ഞാൻ ശക്തി തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായി ഈ ദൈവശക്തി. സ്തോത്രം. സത്യസുവിശേഷത്തിന്റെ മർമ്മങ്ങളെ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി കൂട്ടുകാരിലൂടെ കേട്ടത്. അന്ന് ഒരിക്കൽ പോലും ഇതിനെ അംഗീകരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഒത്തിരി ഈ നാമത്തെ നിരാകരിച്ചതാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിനെതിരെ
ദൈവവചനത്തിനെതിരെ ശക്തമായി വെല്ലുവിളിച്ചതാ. ക്രിസ്തീയ പാട്ടുകൾ തിരുത്തി എഴുതിയും വചനങ്ങൾ തിരുത്തി എഴുതിയും ഒക്കെ പറഞ്ഞു. എന്നാൽ അന്ന് ഞാൻ എത്രത്തോളം എതിർത്തോ അതിന്റെ 10,000 അല്ല കോടി മടങ്ങ് ശക്തിയോടെ എന്റെ പ്രാണപ്രിയനെ സ്നേഹിക്കുവാൻ സ്വതന്ത്രം മാത്രമല്ല സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുത്തി തന്ന കൂട്ടുകാർ തുറക്കപ്പെട്ട വേദപുസ്തകത്തിന്റെ കാതലായ മർമ്മങ്ങളെ പൊരുള് തിരിച്ചു പറഞ്ഞപ്പോൾ അംഗീകരിക്കുവാൻ കഴിയാതെ വേദപുസ്തകത്തിന്റെ താളുകളെ വലത് കൈകൊണ്ട് വലിച്ചു കീറി പരിക്കനുള്ള സിമന്റ് തറയിലേക്കിട്ട് പാരകണിന്റെ ചെരുപ്പ കടന്നത് അതുകൊണ്ട് ചവിട്ടിയിട്ട് അതിനെ തുപ്പിയിട്ട് പറയുന്നു, നിങ്ങൾ പറഞ്ഞ യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ അവന്റെ ശക്തി കാണട്ടെന്ന് പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞിന് പേപ്പർ കീറിക്കളയുന്ന ലാഘവത്തോടെ വേദപുസ്തകം വലിച്ചു കീറിക്കളഞ്ഞതാ. ഏത് കരം കൊണ്ട് വലിച്ചു കീറിയോ ആ കരം തളർന്ന്, ഏത് കാല് കണ്ട് ചവിട്ടിയോ ആ കാല് തളർന്ന്, ഏത് നാവ് കൊണ്ട് അതിനെ തൂപ്പിയോ സംസാരശേഷി നഷ്ടപ്പെട്ട് ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിനെ ഉപേക്ഷിക്കുമ്പോൾ, ലോക വൈദ്യന്മാർ ഉപേക്ഷിക്കുമ്പോൾ ഷെയ്പ്പാകെ മാറി 18 കിലോ പോലും തികച്ചില്ലാത്ത ഒരസ്ഥിപഞ്ജരമായി ലോകം ഉപേക്ഷിച്ച് എന്റെ യേശു രക്ഷിച്ചു. ഒറ്റ വാക്കിൽ ഞാൻ സാക്ഷ്യം പറയാം, എന്റെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചങ്കുറപ്പോടെ ഏത് തെരുവിലും നിന്ന് വിളിച്ചു പറയും, ആരൊക്കെ ഇതിന് വിരുദ്ധമായി കരമുയർത്തിയിട്ടുണ്ടോ അവനെ കൊണ്ടല്ല എന്റെ ദൈവത്തെ ചുമപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെ ഇതിന് വിരുദ്ധമായി ആദരം തുറന്നിട്ടുണ്ടോ അവരെ കൊണ്ടല്ല യേശു ഏകരക്ഷകൻ എന്ന് പറയിപ്പിച്ചിട്ടുണ്ട്. കാരണം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, സ്വതന്ത്രം അല്ലേലും സ്വർലോകരുടെയും പറഞ്ഞേ ഭൂലോകരുടെയും അധോലോകരുടെയും ഏത് മുഴങ്കാലും മടങ്ങുന്ന നാമമായ യേശുവിന്റെ നാമം. ഒന്നുകൂടി പറഞ്ഞ 3 ലോകം മുട്ടുമടങ്ങുന്ന ഒരു നാമമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. സ്തോത്രം. എല്ലാ മുട്ടും മടങ്ങുന്ന നാമം, എല്ലാ നാവും ഏറ്റുപാടുന്ന നാമം. ഈ നാമം പറഞ്ഞ ഭൂതങ്ങൾ അലറിയോടും, പാപികൾ മാനസാന്തരപ്പെടും. ഹല്ലേലൂയ. രോഗി സൗഖ്യമാകും. സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിമിത്തത്തിൽ ദാവീദ് പറഞ്ഞു, സ്തോത്രം, നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ആ നാമം പറഞ്ഞു ചെന്ന് ശത്രു പരാജയപ്പെട്ട നാമമായത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. പറഞ്ഞേ നസ്രയന്റെ നാമം. ആ സെക്കൻഡ് രോഗി ചാടി എഴുന്നേറ്റു. വെളിച്ചപ്പാടത്തെ നോക്കി പൗലോസ് പറഞ്ഞു, സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ദുരാത്മാവ് അവളെ വിട്ടുമാറണം. അപ്പൊ നോക്കിക്കേ, ഈ നാമത്തിൽ ദുരാത്മാവ് വിട്ടുമാറും, ഈ നാമത്തിൽ രോഗി സൗഖ്യമാകും, ഈ നാമത്തിൽ ശത്രു പരാജയപ്പെടും, ഈ നാമത്തിൽ പാപത്തിന് മോചനമുണ്ട്. ശാപം മാറ്റുന്ന നാമം. അതുകൊണ്ടാണ് നമ്മൾ ആർത്തുപാടുന്ന എല്ലാ നാമത്തിലും പ്രൈസ് ദി ലോർഡ്. ഈ നാമം എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ അവിടെ അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അല്ലെ, ഈ നാമത്തിൽ കൂടി വരുന്ന പ്രാർത്ഥിച്ചാൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം തകരും. മറിയയുടെ മുറിക്കകത്ത് ഒരു കൂട്ടം നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്ന് ഒന്നെടുത്ത് വായിച്ചേ. പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം വായിച്ചു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്നു പേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിക്കൽ മുട്ടിയേറെ രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ എടുത്തു ചെന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്ക് നിൽക്കുന്നു എന്ന് അറിയിച്ചു. സ്തോത്രം. ശ്രദ്ധിച്ചാട്ട്, പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന പ്രാർത്ഥന. ഫേസലോ അടച്ചു വെച്ച ചിലതിനെ, പൂട്ടിയിട്ടേക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന വേദിയായിട്ട് ഇത് മാറട്ടെ. വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, ഈ ഒറ്റ ഒരുത്തനെ തേടിയായാലും യേശു ഒരു ദേശത്ത് വരും. പണം കൂടിയുകൊണ്ട് ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്തിയെന്നല്ലാന്നോ? അല്ല. സ്തോത്രം. ഒറ്റ ഒരു കുടുംബത്തിന് വേണ്ടിയായിരിക്കും ഇത് നടന്നത്. ഒരു വ്യക്തിക്ക്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 9.5 ഗോത്രം ഇക്കരെ ഇട്ടിട്ട് നദി കടന്ന് 2.5 ഗോത്രം അക്കരെ, അവിടെയുള്ള ഒരുത്തനെ തേടി പകൽ അന്തിയോളം ഇക്കരെ ശുശ്രൂഷ ചെയ്ത യേശു പറഞ്ഞു, ബാ നമുക്ക് അക്കരയ്ക്ക് പോകാം. സ്തോത്രം. കാറ്റും കോളും എല്ലാം പ്രതികൂലമായി വന്നു. നശിച്ചു പോകുമോ എന്ന് ചിന്ത വരെ നിലവിളിയായി മാറി. പക്ഷേ അക്കരെ ചെന്ന ഒരൊറ്റ ഭൂതഗ്രസ്തനെ പുറത്തു കൊണ്ടുവന്നിട്ട് അവനെ കൊണ്ട് ദെക്കപ്പൊലി 10 പട്ടണങ്ങൾ സ്വർഗം സുവിശേഷീകരിച്ചു.
അങ്ങനെയെങ്കിൽ ഒരുത്തനെ തേടിയായാലും യേശു ഒരു ദേശത്ത് വരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒറ്റ ഒരുത്തനെ തേടിയാലും യേശു ഒരു ദേശത്ത് വരും. ഇവിടെ നോക്ക, പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് ബന്ധിച്ചിട്ടിരിക്കുക. സ്തോത്രം. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാ പത്രോസ്. ഫിലിപ്പിയിലെ കൈസരിൽ വെച്ച് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു, യേശു കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ലോകം എന്നെ കുറിച്ച് എന്ത് പറയുന്നു, നാട്ടുകാരെന്നെ കുറിച്ച് എന്ത് പറയുന്നു? പലരും അവനോട് പറഞ്ഞു. ഇവർ 12 പേര് കൂടെ പറയാ. ചിലര് പറഞ്ഞു യോഹന്നാ സ്നാപകനെന്ന്, ചിലര് പറഞ്ഞു യിരെമ്യാവെന്ന്, ചിലര് പറഞ്ഞു ഏലിയാവെന്ന്, ചിലര് പറഞ്ഞു പുരാതന പ്രവാചകന്മാരിൽ ആരാണ്ടെന്നൊക്കെ. തമ്പുരാൻ ചോദിച്ചൊക്കെ അവരങ്ങനെ പറയട്ടെ, നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തോ പറയാനുണ്ട്? വ്യക്തിപരമായി നിനക്ക് എന്നെ കുറിച്ച് എന്തോ പറയാനുണ്ട്? എല്ലാവരും വായടച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാ. വെളിപ്പാട് പ്രാപിച്ചവൻ വിളിച്ചു പറഞ്ഞപ്പോൾ യേശു കർത്താവ് അവന് നേരെ തിരിഞ്ഞു. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, പത്രോസേ, ഹല്ലേലൂയ. അവനെ നോക്കി വിളിക്കുകയാണ്, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവ്. ക്രിസ്തുവിനെ ഒരുവൻ ഏറ്റുപറയണമെങ്കിൽ പിതാവ് വെളിപ്പാട് കൊടുത്താലേ അവൻ ഏറ്റുപറയാൻ കഴിയത്തുള്ളൂ. ബെറിയോനാ ശീമോനെ, സ്തോത്രം. ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവായി ഇത് വെളിപ്പെടുത്തിയത്. ഇന്ന് രാത്രി ക്രിസ്തുവിനെ തിരിച്ചറിയണമെങ്കിൽ, ക്രിസ്തുവിനെ രുചിച്ചറിയണമെങ്കിൽ ദൈവാത്മാവകത്തൊരു വെളിപ്പാട് തരണം. എങ്കിൽ മാത്രമേ ഏറ്റുപറയാൻ കഴിയത്തുള്ളൂ. പലരും ചോദിക്കും, എന്തിനാ ഇങ്ങനെ കിടന്ന് ഈ പ്രസംഗിക്കുന്നതെന്ന്. സ്തോത്രം. സുവിശേഷം പ്രസംഗിക്കാൻ 3 കാരണങ്ങളാണ്. 1, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷമാണ്. ഇതോർത്താൽ ഞങ്ങൾക്ക് പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. 2, നരകത്തെക്കുറിച്ചുള്ള ഭീകരതയാ. അതോർത്താൽ ഞങ്ങൾക്ക് ഇത് പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. 3, യേശു ക്രിസ്തുവിന്റെ വാക്കുകളാ. ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. 1, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷം. 2, നരകത്തെക്കുറിച്ചുള്ള ഭീകരത. 3, യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ് സുവിശേഷം പറയുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സത്യം ദേവദാസൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് നിങ്ങൾ എന്തിനാ പറയുന്നത്? സ്തോത്രം. ഞങ്ങൾക്ക് കൊടുക്കാനുണ്ട്. ഫൈസലോ, ഹല്ലേലൂയ. എന്തോ കൊടുക്കാനുണ്ട്. കർത്താവ് പറഞ്ഞു, കർത്താവിനെ കുറിച്ച് പറയുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. സമാധാന പ്രഭുവായ ക്രിസ്തു അകത്തു വന്നവന് സമാധാനമുണ്ട്. സമാധാനമുള്ളവന് മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ലോകം ഇന്ന് വല്ലാത്തൊരവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്നത്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നാം ദിനം പ്രതി കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അയ്യോ എന്ന് പറയാതെ പത്രത്താളുകൾ നമുക്ക് മറിക്കാൻ കഴിയുന്നില്ല. അപ്പച്ചന്മാരും അമ്മച്ചിമാരും തലയ്ക്ക് കൈവച്ചോണ്ട് വിളിച്ചു പറയും, കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കാലത്തൊന്നും ഇതൊന്നും കേട്ടുകേൾവി പോലുമില്ലായിരുന്നു. എന്തെല്ലാമാ. സാക്ഷര കേരളം നമ്മുടെ നാടിന്റെ പേരാ. സുന്ദര കേരളം ദൈവത്തിന്റെ, ഒന്ന് പ്രതികരിച്ചേന്നേ, ദൈവത്തിന്റെ ഇന്ന് പിശാചിന്റെ നാടായി മാറിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, മന്ത്രവാദങ്ങൾ, ദുർമന്ത്രവാദം, ആഭിചാരങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, സാത്താൻ സേവ. സ്തോത്രം. മയക്കുമരുന്ന്, മദ്യപാനം, ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. വേദപുസ്തകം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന. സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഈ മൃഗങ്ങൾക്ക് തുല്യനാണ്. 3 വയസ്സുള്ള കുഞ്ഞും 99 വയസ്സുള്ള വല്യമ്മച്ചിയും സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ലാത്തൊരു കാലത്തിലാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. ഞെട്ടിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ. പത്രവാർത്ത കാണുമ്പോൾ, TV ഓണാക്കുമ്പോൾ ഭയപ്പെട്ടു പോകുക. എന്തെല്ലാം സംഭവങ്ങളാണ് കേൾക്കുന്നത്. സ്തോത്രം. പലപ്പോഴും ഓർക്കാറുണ്ട്, മാതാപിതാക്കളെന്നും അധ്യാപകരെന്നും
മുതിർന്നവരെന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് എത്ര ബഹുമാനപുരസ്സരമായിരുന്നു നാം അവരെ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് ജന്മം കൊടുത്ത അപ്പനെയും നൊന്തു പ്രസവിച്ച അമ്മയെയും അറവശാലയിൽ അറവുമാടിനെ വെട്ടിനുറുക്കുന്നത് പോലെ വെട്ടിനുറുക്കുന്ന തലമുറകൾ. പ്രിയരെ, വീട്ടിലിരിക്കുന്ന ടിവിയിലെ ചാനലുകളെ, കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാം. പക്ഷെ ഇന്നിന്റെ തലമുറകളെ നിയന്ത്രിക്കാൻ ഇവിടെ ആർക്കും കഴിയുന്നില്ല. ഒരു മൃഗത്തെ എത്ര നല്ല വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചാലും, മുന്തിയന് ഭക്ഷണപാനീയങ്ങൾ കൊടുത്താലും, മേത്രമായ വസ്ത്രം ധരിപ്പിച്ചാലും, കോടിക്കണക്കിന് വിലപിടിപ്പുള്ള സൗധങ്ങളിൽ പാർപ്പിച്ചാലും, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്താലും ഒരിക്കലും ഒരു മൃഗം ഒരിക്കലും മനുഷ്യനാകത്തില്ല. എന്നാൽ കോട്ട് സൂട്ടുമിട്ട് ഉന്നത വിദ്യാഭ്യാസമുള്ള മേത്രമായ ഫുഡ് കഴിക്കുന്ന, കോടിക്കണക്കിന് വിലപിടിപ്പുള്ള സൗധങ്ങളിൽ പാർക്കുന്ന, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ വികാരത്തിന്റെ തിരത്തള്ളലിൽ അവൻ മാത്ര നേരം കൊണ്ട് മൃഗമായി തീരുന്ന ദാരുണ ചരിത്രം ഈ കാലഘട്ടത്തിന് ഒരു മുഖമുദ്രയായി മാറിയിരിക്കുക. വിദ്യ കൊണ്ട് പ്രബുദ്ധരായി തീർന്നിരിക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ സംസ്കൃതിക്ക് കളങ്കം വരുത്തിക്കൊണ്ട് മനുഷ്യൻ ഇവിടെ മൃഗമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉന്നതമായ ഭരണത്തിന്റെ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്, എഴുതി ചേർത്ത ഭരണഘടന ഇന്ത്യക്കുണ്ട്. എന്നാൽ ഭരണത്തിന്റെ നിയമ സംഹിതയ്ക്കകത്ത് ഉൾപ്പെടാൻ കഴിയാതെ നിയമ കുരിശിനകത്ത് നിയമപാലകർ പോലും പ്രതികളായി ചേർക്കപ്പെടുന്ന ഒരു കാലം. മൃഗം പോലും മൂക്കത്ത് വിരൽ വെച്ച് തലകുലിച്ച് അയ്യേ എന്ന് പറയത്തക്ക രീതി നമ്മുടെ സംസ്കാരം ഇവിടെ അധപ്പതിച്ചു കഴിഞ്ഞു. മതഗ്രന്ഥങ്ങൾക്ക് കുറവില്ല, മനുഷ്യ ദൈവങ്ങൾക്ക് കുറവില്ല, പുണ്യവാളന്മാർക്ക് കുറവില്ല. എന്നാൽ മൃഗീയ വാസന നിറഞ്ഞു നിൽക്കുന്ന മാനവകുലത്തെ മാറ്റത്തിലേക്ക് നയിക്കാൻ ഇവിടെ ഒരു വ്യക്തിക്ക് ശക്തിക്കും കഴിയുന്നില്ല. അവിടെയാണ് സുവിശേഷന്റെ പ്രശസ്തി വെളിപ്പെടുന്നത്. ഇത് നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്നതാ യേശുവിന്റെ സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹം ഒരുവന്റെ മേൽ വന്നാൽ, ഈ സമാധാനം ഒരു കുടുംബത്തിൽ വന്നാൽ, ഒരു വ്യക്തിയിൽ ഇത് വന്നാൽ അവൻ ആള് മാറും. ഞങ്ങൾ ജയിലുകളിൽ സുവിശേഷം അറിയിക്കാൻ പോകാറുണ്ട്. അധികാരികൾ ഞങ്ങളോട് പറയുന്ന കാര്യമുണ്ട്, ലാത്തി പ്രയോഗം കൂടാതെ, മുഷ്ടി പ്രയോഗം കൂടാതെ, ഉരുട്ടലും വിരട്ടലും ഒന്നും കൂടാതെ സുവിശേഷം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹല്ലേലൂയ തടവ് പള്ളികളെ ഈ സുവിശേഷം രൂപാന്തരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് തെരുവോരങ്ങൾ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്? ഞങ്ങൾ പ്രസംഗിക്കാൻ കാര്യമുണ്ട്. ഇടത് കൈയിൽ മദ്യക്കുപ്പിയും വലത് കൈ വടിവാളുമായി കൊട്ടേഷൻ സംഘത്തിന്റെ നേതാക്കന്മാരായി കാലുവെട്ടാനും കൈവെട്ടാനും ലക്ഷക്കണക്കിന് രൂപ മേടിച്ച് പെട്ടിക്കകത്ത് വെച്ച ചില ചെറുപ്പക്കാർ സുവിശേഷന്റെ സത്യങ്ങളെ ഇതുപോലെ തെരുവിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞിട്ട്, കടാരകൾ വലിച്ചെറിഞ്ഞിട്ട്, പെട്ടിക്കകത്ത് തലവെട്ടാനും കാലുവെട്ടാനും മേടിച്ചു വെച്ച പണം ആരിൽ നിന്ന് മേടിച്ചോ അവർക്ക് മടക്കി കൊടുത്തിട്ട് കറുത്ത ബൈൻഡിട്ട ബൈബിളുമായി ഞങ്ങളോടൊപ്പം യേശുവിനെ ഉയർത്തുവാൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ചങ്കുറപ്പോടെ പറയാൻ കഴിയും, മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് നയിക്കാൻ, മനുഷ്യനെ മാറ്റത്തിലേക്ക് നയിക്കാൻ, മൃഗീയ വാസനയുള്ള മാനവകുലത്തിന് രൂപാന്തരം കൊടുക്കാൻ കഴിയുന്ന ഏകനാമം ലോകൈകനാഥനാകുന്നു യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമോ. സ്തോത്രം. എത്ര ക്രൂരമായ അനുഭവമാണ്. ഈ ദിവസങ്ങളൊക്കെ പത്രം വായിക്കാൻ തന്നെ ഭയമാ. സ്തോത്രം. എത്ര ക്രൂരമായ രീതിയിലാണ് മാതാപിതാക്കളെ കൊല്ലുന്നത്. ഈ അടുത്ത സമയം ചില മാസങ്ങൾക്ക് പിറകിൽ ഞാനൊരിക്കൽ പത്രമെടുത്ത് വായിച്ചപ്പോൾ എനിക്ക് വളരെ വേദനയുണ്ടായി. സ്തോത്രം. മദ്യപിച്ച് മതോന്മത്തനായി വന്ന മകൻ അമ്മയോട് വീണ്ടും മദ്യത്തിന് പണം ചോദിച്ചപ്പോൾ അമ്മ കൊടുക്കാഞ്ഞിട്ട് വാർദ്ധക്യ സഹജമായ ക്ഷീണത്തോടിരിക്കുന്ന മാതാവിനെ ഒരൊറ്റ ചവിട്ടിനവൻ പുറത്തിട്ടു. സ്തോത്രം. സ്തോത്രം. വീണ് കിടക്കുന്ന അമ്മയുടെ വയറ്റിലേക്ക് അവൻ ആഞ്ഞാഞ്ഞു ചവിട്ടി. ആ മാതാവിന്റെ യൂട്രസ് വെളിയിൽ വന്നു. 10 മാസം ഉദരത്തിൽ ചുമന്ന സ്വന്തം മകൻ മദ്യത്തിനു വേണ്ടി സ്വന്തം അമ്മയെ ചവിട്ടി. സ്തോത്രം. എത്ര ദാരുണമായ അനുഭവം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കുഞ്ഞിന് ഈ ഭൂമിയിലേക്ക് ഒരു അമ്മ ജന്മം കൊടുക്കുമ്പോൾ 57 യൂണിറ്റ് സ്തോത്രം വേദന അവൾ അനുഭവിക്കുന്ന 20 അസ്ഥികൾ ഒന്നിച്ചടി ഒഴിയുന്ന വേദനയാ പ്രസവ വേദന. ആ പ്രസവിച്ച തലമുറ സ്വന്തം അമ്മയോട് ചെയ്യുന്ന ക്രൂരമായ അനുഭവം. എന്തേ മനുഷ്യ ദൈവങ്ങൾക്ക് കുറവുണ്ടോ? മതഗ്രന്ഥങ്ങൾക്ക് കുറവുണ്ടോ? സ്തോത്രം. കണ്ടില്ലേ? സാത്താൻ സേവയാൽ അല്ലെങ്കിൽ നോക്കിക്കേ, മദ്യം, മയക്കുമരുന്ന് ഇത്യാദി കാര്യങ്ങളാൽ എത്രയെത്രയോ കുടുംബ ബന്ധങ്ങളാ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നതാണ്. എത്രയെത്രയോ തലമുറകളാ നശിക്കുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഈ തൊട്ടടുത്ത സ്തോത്രം പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന സംഭവം നമുക്കറിയാം.
പാവപ്പെട്ട 2 വീട്ടമ്മമാരെ വിളിച്ച് വീട്ടിൽ വരുത്തി ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും പേരിൽ, ക്ഷുദ്രപ്രയോഗത്തിന്റെ പേരിൽ ആഭിചാര ക്രിയകളൊക്കെ ചെയ്തതിനു ശേഷം, ക്രൂരമായി അവരെ ഉപദ്രവിച്ചതിന് ശേഷം അവരുടെ ആന്തരിക അവയവങ്ങളെടുത്ത് വേവിച്ച് കഴിച്ചിട്ട് ശേഷിച്ച മാംസം ഫ്രീസറിനകത്ത് ഉപ്പിട്ട് വെച്ചു. സ്തോത്രം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടന്ന സംഭവമാ. എത്ര ക്രൂരമായ അനുഭവം! എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ ഇതൊക്കെ സംഭവിക്കുന്നത്? മനുഷ്യരിൽ നിറഞ്ഞു നിൽക്കുന്ന പാപമായതിന് കാരണം. പാപം ഒരു അവയവമല്ലായിരുന്നെങ്കിൽ അങ്ങ് മുറിച്ചു കളയാമായിരുന്നു. രക്തത്തിൽ രൂഢമൂലമായി കിടക്കുന്ന പാപത്തെ മാറ്റുവാൻ അങ്ങനെ ഒരു ഗുളിയാലും തളിയാലും ഒന്നും പറ്റത്തില്ല. കൂട്ടുകാരനെ കുത്തിരി പിടിച്ചിട്ട് അയൽക്കാരന്റെ അതിര് മാന്തിയിട്ട് മറ്റുള്ളവർക്കെതിരെ ആഭിചാരോ ക്ഷുദ്രപ്രയോഗവും മന്ത്രവാദവും ചെയ്തിട്ട് ആ കരം കൊണ്ട് അനാഥർക്ക് അന്നദാനം ചെയ്താലും, ആ കരം കൊണ്ട് പിടിപ്പണം മാറിയാലും, ആ കരം കൊണ്ട് കുരിശു ചുമന്നാലും മനുഷ്യരിൽ നിറഞ്ഞു നിൽക്കുന്ന പാപം മായ്ക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ ചെയ്തു കൂട്ടുന്ന പാപത്തിന് ഈ ലോക കോടതിയുടെ കണ്ണുവെട്ടിച്ച് പാർട്ടിയുടെയും പണത്തിന്റെയും പിൻബലത്തിൽ രക്ഷപ്പെട്ടാലും ആയാറിൽ വെളിപ്പെടുന്ന ഒരു സ്വർഗീയ കോടതിയുണ്ട്. അവിടെ നിന്ന് മാനവകുലത്തിന് രക്ഷയില്ല. രക്ഷ വേണമെങ്കിൽ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് സകല മാനവജാതിയുടെയും പാപത്തിന്റെ പ്രായശ്ചിത്തമായി സാക്ഷാൽ ദൈവമായിരുന്നവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ 33 തിരുവയസ്സിൽ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് പിശാചിന്റെ തലയെ കാൽവരി ക്രൂശിൽ തകർത്ത് 2 കള്ളന്മാരുടെ നടുവിൽ യേശു കർത്താവ് സകല യാഗങ്ങൾക്കും തിരുശീലയിട്ടുകൊണ്ട് മാനവകുലത്തിന്റെ പാപപരിഹാരാർത്ഥം ക്രൂശിന്മേ കയറി. ആരും കയറ്റിയതല്ല, പിന്നെയോ സ്വന്തം കയറിയെന്ന്. മാനവകുലത്തിന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിന്മേ, ആരും കയറ്റിയതല്ല. പ്രൈസ് ദി ലോർഡ്. ആരും കൊന്നതല്ല. തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. സ്തോത്രം. മരണം കൊണ്ട് അവസാനിച്ചില്ല. കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ ഈ മന്ദിരം പൊളിക്ക്, 3-ാം ദിവസം ഞാനിതിനെ പണിയും. സ്തോത്രം. ഉലകത്തിലെ സകല മഹാന്മാരുടെയും കല്ലറ അടയപ്പെട്ട് കിടക്കുമ്പോൾ നമുക്കറിയാം, അല്ലെ, ലോകത്തെ തൂലിയ കൊണ്ട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത നാടകൃത്യ വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ കല്ലറയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മഹാനായ വില്യം ഷേക്സ്പിയർ ഇവിടെ വിശ്രമിക്കുന്നു. കടലേ നീ കരയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കീഴടക്കുമാർ നാർത്തട്ടകസ് പറഞ്ഞ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കല്ലറയിലും ആലേഖനം ചെയ്തിരിക്കുന്നു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ വിശ്രമിക്കുന്നു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു മഹാത്മജി മരിച്ചു കഴിഞ്ഞ് വിളിച്ചു വന്ന, അല്ലയോ മഹാത്മാവേ, കൃഷ്ണനും മരിച്ചു, ക്രിസ്തുവും മരിച്ചു, ബുദ്ധനും മരിച്ചു, എന്നാൽ ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റോ. ആകയാ താങ്കൾക്കും ഉയർക്കരുതോ? ഉലകത്തിലെ സകല മഹാന്മാരുടെയും കല്ലറ അടയപ്പെട്ട് കിടക്കുമ്പോൾ പാലസ്തീന്റെ വിരിമാറുവിൽ ഇന്നും തുറക്കപ്പെട്ട ഒരു കല്ലറയുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. മരണത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, ഹല്ലേലൂയ, ലോകത്തെ ജയിച്ച ജയമോ ഇന്ന് രാത്രി ആ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാ. ഇന്നും ആ കല്ലറ തുറന്നു കിടക്കുമ്പോൾ അല്ലെ ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയും, അല്ലെ മരിച്ചുപോയൊരു ദൈവത്തെ അല്ല, ജീവനുള്ള ദൈവത്തെ. കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാൽ. ദൈവം ആരോഗ്യം തന്നില്ലേ? സ്തോത്രം. ഞാൻ മാവേലിക്കര ഫിലിപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ നേഴ്സായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. നമുക്കെല്ലാം അറിയാം, ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും രോഗമായിട്ട് വരുമ്പോൾ ആദ്യം ഡോക്ടർ പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട് പല സ്റ്റേജുകൾ, അരമണിക്കൂറൊന്ന് നടക്കണമെന്ന് രാവിലെ. ചില അച്ചായന്മാരുടെയൊക്കെ നടത്ത കാണും രാവിലെ. കൈയൊന്നും അവരുടെ അല്ലെന്ന് തോന്നുന്നു, എടുത്തെറിഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടെ വന്ന് ശവക്കോട്ടെ കുരിശിരിക്കുന്ന പോലെ ഒരു ഇരിപ്പ്. അതിന് ഹൈന്ദവ സഹോദരങ്ങളെ, മുസ്ലിം സഹോദരൻ ഞങ്ങൾ അഭിനന്ദിക്കാറുണ്ട്. അവരുടെ സമയത്ത് അവർ ഹല്ലേലൂയ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളോട് ഒരു ദൂത് പറയാം. തൊണ്ടക്കുഴി ശബ്ദമുള്ളപ്പോൾ ആദരം പൂട്ടി വന്ന് മസിൽ പിടിച്ചിരിക്കരുത്. അല്ലെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷമായി പാൻഡമിക് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയി. 1.5 മീറ്റർ അകലം പാലിച്ചത് കൊണ്ടോ, 10 രൂപയുടെ മാസ്ക് ധരിച്ചത് കൊണ്ടോ, മഞ്ഞൾ വെള്ളം കോരി കുടിച്ചത് കൊണ്ടോ, കരിഞ്ചീരകം വാരി തിന്നത് കൊണ്ടോ, സ്തോത്രം, 2 ഡോസ് മരുന്നെടുത്തുകൊണ്ടൊന്നുമല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആണോ? അങ്ങനെ എടുത്ത കോടിക്കണക്കിന് ആൾക്കാർ പോയി. സ്തോത്രം. ചിലരുടെ വിചാരം മഞ്ഞൾ വെള്ളം കുടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കരിഞ്ചീര ഒന്നുമല്ല. തമ്പുരാന് നിന്നോടുള്ള ദയയാ, തമ്പുരാന് നമ്മളോടുള്ള കരുണയാ. വെട്ടിക്കളയാതെ വെച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിപ്പാനാ.
അല്ലേലും ഒരു ദിവസം കൂടെ, ഒരു വർഷം കൂടെ നീട്ടി തന്നതാ. അല്ലെ, മഹത്വം നിന്നിലൂടെ ഒന്ന് വെളിപ്പെടുത്താനാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ദൈവം തന്ന ആയുസ്, ദൈവം തന്ന സൗഖ്യം, ദൈവം തന്ന ആരോഗ്യം നഷ്ടപ്പെടുത്തി കളയാതെ തമ്പുരാന് വേണ്ടി. സ്തോത്രം. ഹല്ലേലൂയ. 2019 നവംബർ മാസം 19-ാം തീയതി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞ ദിനപത്രത്തിൽ വന്ന വാർത്തയനുസരിച്ച് ചൈനയിലെ വുഹാനിൽ ഹുബി എന്ന പ്രദേശവാസിയായ 55 വയസ്സുള്ള ചെമ്മീൻ കച്ചവടക്കാരിയായ ഒരു സഹോദരി തുടക്കം കുറിച്ചതാ 0.1 മൈക്രോൺ മാത്രം വലിപ്പമുള്ള COVID-19 എന്ന കൊറോണ വൈറസ് ചില ആഴ്ചകൾക്കുള്ളിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ കുബേരനെന്നോ കുചേലനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ അതിർവരമ്പുകളോ വേർവ്യത്യാസങ്ങളോ ഇല്ലാതെ ഈ ലോകത്തെ മുഴുവൻ ഈ കുഞ്ഞും വൈറസ് അടച്ചുപൂട്ടൽ കൊണ്ടെത്തിച്ചു. സ്തോത്രം. 10 രൂപയുടെ സോപ്പ് കൊണ്ട് കഴുകിയാൽ ഈ പോകുന്ന 0.1 മൈക്രോൺ മാത്രം വലിപ്പമുള്ള ഈ കുഞ്ഞം വൈറസ് മാനവകുലത്തെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. മനുഷ്യന്റെ പ്രയത്നങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് ഈ ലോകത്തിൽ പ്രശംസിപ്പാൻ ജാതി പറഞ്ഞ് പ്രശംസിക്കുന്നവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ. സ്തോത്രം. ഒരു 4-5 അല്ലെ പിതാക്കന്മാർ പുറകോട്ട് പോയ ഏതെങ്കിലും കേശവനും ദാമോദരനും ഒക്കെയാ സ്തോത്രം പറയത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്തോ കൊണ്ടുകൊണ്ട് നിഗളിക്കാനാ, എന്തോ കൊണ്ടുകൊണ്ട് അഹങ്കരിക്കാനാ. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടൊക്കെയാ അല്ലേലും ഒരുങ്ങിയൊക്കെ നല്ല റെഡിയായിട്ട് വന്നിരിക്കുക. ഏതെല്ലാം മാരക രോഗത്തിന്റെ സെല്ലുകൾ അകത്തിരിക്കുന്നതെന്നറിയാമോ? തമ്പുരാന്റെ ദയ ഇതൊന്നും വെളിപ്പെടാതിരിക്കുന്നതാ. നമ്മളിവിടെ പാവപ്പെട്ട രോഗികളായ സഹോദരിമാർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അയ്യോ, അവർക്ക് ആ രോഗം, ഈ മാരക രോഗത്തിന്റെ സെല്ല് പഠിച്ചവർക്കറിയാം എല്ലാ ശരീരത്തും ഉണ്ട്. പക്ഷെ വെളിപ്പെടാതെ കൃപ കൊണ്ട് തമ്പുരാൻ പൊതിഞ്ഞു വെച്ചിരിക്കുക. അല്ല, നിന്റെ ഹാർട്ടിനെ, നിന്റെ ലിവറിനെ, നിന്റെ ലങ്സിനെ, നിന്റെ കിഡ്നികളെ തമ്പുരാൻ സംരക്ഷണ വലയത്തിനൊക്കെ തൊളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാ ഇങ്ങനെ വന്ന് മസിൽ പിടിച്ചിരിക്കുന്നത്. ഒന്നും പ്രശംസിക്കാനില്ലെന്നേ. തന്റെ ശരീരത്തുള്ള ശൂലം മാറാൻ പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചെന്ന്. 3 വട്ടം പ്രാർത്ഥിച്ചപ്പോ തമ്പുരാൻ പറഞ്ഞു, ശൂലമൊക്കെ എവിടെ ഇരുന്നോട്ട്, കൃപ തരാം. എന്നാ പറഞ്ഞ സഹോദരിമാരെ, ഞാനും നിങ്ങളുടെ കൂടെ ഉള്ളല്ലോ. ശൂലം ഇവിടെ ഇരിക്കട്ടെ, കൃപ തരാമെന്ന്. സ്തോത്രം. ശൂലം മാറാനൊന്നും പ്രാർത്ഥിച്ചാൽ മാറുകയൊന്നുമില്ല. ചിലപ്പോ കൃപ കൊണ്ട്, ശൂലത്തെ കൃപ കൊണ്ടങ്ങ് പൊതി. വിശ്വസിച്ചേ, ശൂലത്തെ കൃപ കൊണ്ട് പൊതിഞ്ഞിട്ട് വന്ന കൃപയുണ്ടെങ്കിൽ ശൂലം അവിടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്തോ കൊണ്ടുകൊണ്ട് പ്രശംസിക്കാനാ? ശരീരത്തിൽ ഏതെങ്കിലും സെല്ലിന് ഒരു ചേഞ്ച് വന്നാൽ തീർന്നു നമ്മുടെ കഥയൊക്കെ. സ്തോത്രം. ഈ മോടിയും ഭാവമൊക്കെ അങ്ങ് മാറും. സ്തോത്രം. പിന്നെന്താ, വില കൂടിയ വണ്ടി എതിരെ വന്ന ഒരു പാട്ട വന്ന് ഇടിച്ചാൽ തീർന്നു. അതിന്റെ ഭൂമി ഒന്ന് ചലിച്ചാൽ ഈ ബിൽഡിംഗ് തീർന്നു. ഇടിഞ്ഞു പോകുന്ന കട്ടകയും സിമെന്റും കണ്ടുകൊണ്ടോ ഒന്നിലും പ്രശംസിക്കാനല്ല. വല്ലതുമുണ്ടെങ്കിൽ തമ്പുരാന്റെ നാമത്തെ അറിഞ്ഞതിന് ആ സന്തോഷം. ഹല്ലേലൂയ. സ്തോത്രം. ഈ നാമത്തിനെതിരെ നിന്ന ഒരു കുടുംബമായി ഞങ്ങളുടെ കുടുംബം. പക്ഷെ ഇന്ന് ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു. എനിക്ക് 88 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. രാമനാമം മാത്രം ജപിച്ചുകൊണ്ടിരുന്ന അമ്മയെ സ്തോത്രം മാത്രം പറയുന്ന ഒരു അമ്മയാക്കി ദൈവം മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങളുണ്ട്. സ്തോത്രം. അനുഭവം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചത്. കാരണം പുറകെ ദൈവദാസനുണ്ടല്ലോ വചന ശുശ്രൂഷിക്കാൻ. സ്തോത്രം. അല്ലേ, ഇവിടെ എഴുതിയിരിക്കുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. സ്തോത്രം. ഈ 2025 പ്രാരംഭ മാസത്തിൽ വിളിച്ചു പറയട്ടെ. ഈ ഫെബ്രുവരി മാസം ഞാൻ വിളിച്ചു പറയാം, ദൈവത്തെ ആരാധിക്കാനുള്ളവരെ ദൈവം പുറത്തു കൊണ്ടുവരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നോക്കിക്കേ, പത്രോസ് വിളിച്ചു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ. സ്തോത്രം. തമ്പുരാൻ അവന് നേരെ തിരിഞ്ഞിട്ട് വന്ന സ്വർഗരാജ്യത്തിന് താക്കോല് പിടിച്ചു. ഈ ഭൂമി കെട്ടുന്നത് ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. കെട്ടുവാനും അഴിക്കുവാനും അധികാരമുള്ളവൻ. കുറെ വാഗ്ദത്തങ്ങളൊക്കെ അവന്റെ മേൽ കൊടുത്തു. ഈ വാഗ്ദത്തമുള്ളവനോടാ എന്നും വെല്ലുവിളി. സ്തോത്രം. സ്വപ്നമുള്ളവനോടാ വെല്ലുവിളി. വെളിപ്പാടുള്ളവനോടാ വെല്ലുവിളി. യോസഫിനോട് ചോദിച്ചാൽ പറയും, യോസഫിന് ദർശനമുള്ളവനാ, വെളിപ്പാടുള്ളവനാ. സ്തോത്രം. ഹല്ലേലൂയ. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം അത് മതിലിന്റെ മേൽ പടർന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാ.
ഒരു വൃക്ഷം ഇവിടെ ഇങ്ങനെ നിന്നാൽ, ഒരു മതിൽ ചേർന്ന് നിന്നാൽ വൃക്ഷത്തിന് വികസിക്കാൻ പറ്റത്തില്ല. ഞെരുക്കുന്ന അവസ്ഥകൾ. വാഗ്ദത്തമുള്ളവനെ ഞെരുക്കാൻ നോക്കിയാൽ യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാ, അതിന് മതിലിന്റെ മേൽപ്പടന്നെന്ന്. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവരോടൊരു ദൂത്, ദർശനമുള്ളവരോടൊരു ദൂത്. ഒരു വൃക്ഷത്തോട് ചേർന്നൊരു മതിൽ നിന്ന് വൃക്ഷത്തിന് വളരാൻ പറ്റത്തില്ല. ഈ രാത്രി ഒരു ദൂത് പറയാം. അല്ലെങ്കിൽ വളരുവാൻ ആരും സഹായിച്ചില്ലെങ്കിലും, വെള്ളമൊഴിച്ചു തന്നില്ലെങ്കിലും, വളമിട്ടില്ലെങ്കിലും, വളർത്തുവാൻ ആരും നോക്കിയില്ലെങ്കിലും വാഗ്ദത്തമുള്ളവൻ വളരുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഞെരുക്കാൻ നോക്കുന്ന മതിലിന്റെ മേലവൻ പടർന്നു. ദൈവം ഒരുവൻ അധികാരം കൊടുത്താൽ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്തോത്രം. അനുഭവ സാക്ഷ്യങ്ങളോട് ഇടയ്ക്ക് പറയട്ടെ. എൻ്റെ അമ്മ, ഞാൻ സ്തോത്രത്തിന്റെ ശക്തിയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അമ്മ എപ്പോഴും പ്രസംഗിക്കാറുള്ളത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരുവന്റെ മേൽ വന്ന ആള് മാറും കേട്ടോ. സാധാരണക്കാരനെ അസാധാരണക്കാരാക്കി മാറ്റുന്നത് അഭിഷേകം. പത്രോസിനോട് പത്രോസ് പറയും, പണ്ട് മുക്കുവനായിരുന്നു. സ്തോത്രം. അഭിഷേകം വന്നപ്പോൾ ആള് മാറി. സ്തോത്രം. ഹല്ലേലൂയ. അഭിഷേകമില്ല പിന്നെ എന്തിനു കൊള്ളാം? സാന്നിധ്യമില്ല പിന്നെ എന്തിനു കൊള്ളാം? സ്തോത്രം. പത്രോസേ, ഈ അഭിഷേകമില്ലെങ്കിൽ നീ വെറും മുക്കുവനാ. സ്തോത്രം. എലീശയെ, ഈ അഭിഷേകമില്ലെങ്കിൽ നീ കർഷകനാ. ദാവീദേ, ഈ അഭിഷേകമില്ലെങ്കിൽ നീ ഇടയ ചെറുക്കനാ. പക്ഷെ ഇടയവനായവനെ, കർഷകനായവനെ, മുക്കുവനായവനെ അധികാരമുള്ളവനാക്കി മാറ്റിയത് ഈ അഭിഷേകമാണെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, അഭിഷേകം നമ്മുടെ ആള് മാറും. സുവിശേഷം അറിയിക്കാൻ ധൈര്യം വേണമെങ്കിൽ അഭിഷേകം വേണം. ഞങ്ങളൊക്കെ ഒരു കൂട്ടം അപ്പച്ചന്മാരുടെ അടുക്കലിരുന്ന് പഠിച്ചതാ. അന്നൊക്കെ ആ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട്, ആ കാൽക്കലിരുന്ന് ഞങ്ങൾ പഠിച്ചത് കൊണ്ട് ഇന്നത്തെ വല്ല പ്രസംഗം വരുന്നത് എന്നെ ഇട്ടിട്ട് പോയി. ഞങ്ങളെ സിയോനെ കുറിച്ചാണ് പഠിപ്പിച്ചത്. സ്തോത്രം. ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പഠിപ്പിച്ചത്. എല്ലാ സ്റ്റേജുകളിലും ഞാൻ പറയുന്നത് യേശുവിന്റെ സ്നേഹം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ തന്ന, ചങ്കിലെ ചോരയൂറ്റി തന്ന യേശുവിന്റെ സ്നേഹം നമ്മുടെ മേൽ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹത്തിന്റെ കൊടിയാ. ഹല്ലേലൂയ. സിയോനെ കുറിച്ചാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം വെല്ലുവിളികൾ വന്നാലും കർത്താവിനെ മുറുകെ പിടിച്ചോണമെന്ന. അതുകൊണ്ടാ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ പൗലോസ് പറയാറുണ്ട്. സ്തോത്രം. പൗലോസിനോട് ചോദിച്ചാൽ പറയും, സ്തോത്രം, ഒരു ശക്തിക്കും യേശുവിന്റെ സ്നേഹത്തിൽ തന്നെ മരണത്തിനോ, പറഞ്ഞാട്ടെ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഒരു സൃഷ്ടിക്കും ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ തന്നെ പറ്റുമോ പറയാൻ? ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പൗലോസിനെ പിടിച്ച് അകത്തോട്ടൊന്ന് പൂട്ടിയിട്ടേ, അല്ലെ, ജയിലിലേക്ക് പൂട്ടിയിട്ട് അവിടെ കിടന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ലേഖനം എഴുതും. പുറത്തോട്ടൊന്ന് തുറന്നു വിട്ടാൽ വെളിയിൽ പോയി സഭ പണിയും. പിടിച്ചു പൂട്ടിയിട്ടാൽ ലേഖനം എഴുതും, തുറന്നു വിട്ടാൽ സഭ പണിയും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിളിച്ചു പറയാം, ദൈവസ്നേഹം ഒരുവന്റെ അകത്തു വന്നാൽ അവനെ ഒതുക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ആ പത്രോസിനെ ഇപ്പോൾ ഇതാ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ, സ്തോത്രം, സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന്, ചിലരെ, എല്ലാവർക്കും പീഡയില്ല. സ്തോത്രം. ചിലരെ മാത്രം പീഡിപ്പിക്കേണ്ടത് ഹെരോദാവ് കൈനീട്ടി. സ്തോത്രം. യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായപ്പോൾ പത്രോസിനെ പിടിച്ചു ബന്ധിക്കുവാൻ നോക്കി, ബന്ധിച്ചടിമയാക്കി. എന്തിനേറെ പറയുന്നു, 4 സേവകരുള്ള 4 കൂട്ടത്തിന്റെ നടുവിൽ അകത്തെ കാരാഗ്രഹത്തിനൊക്കത്ത് കൊണ്ടിട്ടു. സ്തോത്രം. 4 സേവകരുള്ള 4 കൂട്ടം 16 പേര്, 3 വാതിൽ, ഈ 2 പേര്, മൊത്തം 22 പട്ടാളക്കാരുടെ നടുവിലാ ഇപ്പോൾ ദൈവം തെരഞ്ഞെടുത്തവൻ കിടക്കുന്നത്. എന്നാൽ ഒരു സഭ അവന് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ഇന്ന് രാത്രി ആത്മാക്കളുടെ വിടുതലാണോ ലക്ഷ്യം? പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ കാരാഗ്രഹത്തിനകത്തുനിന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന ദൈവം പാപത്തിന്റെ ചേറ്റുകുഴി കിടക്കുന്ന ചിലതിനെ, പാപത്തിന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ചിലതിനെ ഈ കൺവെൻഷൻ കഴിയുമ്പോൾ തമ്പുരാൻ പുറത്തു കൊണ്ടുവരും. കരമടിച്ച ദൈവത്തെ സ്തുതിച്ചോട്ട് അതങ്ങനെ സംഭവിക്കും. ഒരു സഭ, സ്തോത്രം, വേദാധ്യാപകര് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. നമ്മൾ സഭയെന്ന് പറയുമ്പോഴും അവർ പഠിപ്പിക്കുന്നത്
നിങ്ങൾ ചോദിച്ചാൽ അറിയാം, അത് ഒരു സഹോദരിമാരുടെ കൂട്ടായ്മയായിരുന്നു. കാരണം ഇപ്പൊ മൂപ്പനെയാ പിടിച്ച് ബന്ധിച്ചിട്ടിരിക്കുന്നത്. സ്തോത്രം. ഗവൺമെന്റ് തലത്തിൽ ഇടപെടാൻ അവിടെ ആരുമില്ല. പെട്ടെന്നൊരു പൊതുയോഗം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ചെയ്യാൻ അവിടെ ആരുമില്ല. ആ ഒരു അനുഭവത്തിന്റെ നടുവിൽ 12-ാം വാക്യത്തിൽ മറിയയുടെ മുറിക്കകത്ത് രോധ ഉൾപ്പെടെ ചില സഹോദരിമാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി എത്ര പേർക്കത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഓർഡിനേഷൻ ഇല്ലെങ്കിലും സഹോദരിമാരോടൊരു ദൂത്, ഓർഡിനേഷൻ ഇല്ലെങ്കിലും ബലഹീന പാത്രങ്ങളാകുന്ന സഹോദരിമാരുടെ പ്രാർത്ഥനയിൽ സ്വർഗം കീറിമുറിച്ച് ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ദേശത്തെ അടക്കി ഭരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഒതുക്കി വെച്ചിരിക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ പ്രാർത്ഥനയുടെ ശക്തിക്ക് കഴിയുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ തലമുറയായിരിക്കാം പിശാച് ഒതുക്കി വെച്ചിരിക്കുന്നത്, നിന്റെ കൂട്ടാളിയായിരിക്കാം പിശാച് ഒതുക്കി വെച്ചിരിക്കുന്നത്, നിന്റെ കുടുംബത്തെ പിശാച് ഒതുക്കി വെച്ചിരിക്കായിരിക്കാം. തമ്പുരാൻ പറഞ്ഞ പ്രാർത്ഥനയുടെ ശക്തി ചിലതിനെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഉയർപ്പിന്റെ ശക്തി അകത്ത് വ്യാപരിച്ച പ്രാർത്ഥനയ്ക്ക് അധികാരം വരും. സ്തോത്രം. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ പുറത്തോട്ട് പോകണം. എങ്ങനെ പോകണം? ശക്തി ലഭിച്ചിട്ട്. ചുമ്മാ ഇറങ്ങിപ്പോയിട്ട് കാര്യമൊന്നുമില്ല. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന സർട്ടിഫിക്കറ്റും പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. പത്രോസിനോട് ചോദിച്ചാൽ പറയും, ഒരു പെണ്ണിന്റെ മുമ്പിൽ പോലും നിൽക്കാൻ പറ്റത്തില്ല സർട്ടിഫിക്കറ്റും കൊണ്ട്. ഹലോ, സ്തോത്രം. നീയും അവനോട് കൂടെ ഉള്ളതല്ലയോ? പാടിപ്പോയി ത്യാഗാനും ആണയിടാനും തുടങ്ങി. കാരണം ശക്തിയില്ല, സർട്ടിഫിക്കറ്റേ ഉള്ളൂ. പക്ഷെ മർക്കോസിന്റെ മാളിമുറി പകരപ്പെട്ട ആത്മസാന്നിധ്യം അവന്റെ അകത്തോട്ട് വന്നപ്പോൾ ഒരു പെണ്ണിന്റെ മുമ്പിൽ പറയാൻ കഴിയാത്തവൻ 11 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നതല്ല, വീഞ്ഞു കുടിച്ചാന്നുള്ള അല്ല സഹോദരന്മാരെ എന്ന് പറയാൻ എഴുന്നേറ്റ 3000 എണ്ണം അകത്ത് കയറി. എനിക്ക് സന്തോഷം ഉണ്ടായത് എന്താണെന്നറിയാവോ? പിന്നെ ഈ പത്രോസ് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ വീതികളിൽ വഴികളിലൊക്കെ വിരിപ്പിന്മേൽ രോഗികളെ കൊണ്ട് കിടത്തിയിരിക്കുക. സ്തോത്രം. വല്ലോന്റെ നിഴലടിച്ചാ പേടിക്കുന്നവൻ ആത്മസാന്നിധ്യം വന്നപ്പോൾ ഇവന്റെ നിഴലടിച്ച രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. എത്ര പേർക്ക് മനസ്സിലായി? അഭിഷേകമുള്ളവൻ അല്ലല്ലോ. ഞാൻ ഒരു ദൂത് പറയാം. വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവൻ എവിടെ നടന്നു പോയാലും വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനാം നിറയപ്പെട്ടവർ എവിടെ നടന്നു പോയാലും ആത്മസാന്നിധ്യം വെളിപ്പെടും, പിശാചിന്റെ കോട്ട തകരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആത്മസാന്നിധ്യമുള്ളവൻ എവിടെ പോയാലും. ഏലിയാവ് ഒരു ദേശത്ത് ചെന്നാൽ ആത്മഹത്യയുടെ കേട്ടവിടെ പൊട്ടി ക്ഷാമത്തിന്റെ ബന്ധനം അഴിഞ്ഞു. ആ വീട്ടിൽ പാർത്തു മരണം മാറി. യേശു ചെന്നു ഗദരദേശത്തെ പൈശാചിക മണ്ഡലങ്ങൾ അഴിഞ്ഞു. തെക്കപ്പലി 10 പട്ടണങ്ങൾ ഒറ്റയൊരുത്ത സുവിശേഷീകരിച്ചു. അഭിഷേകമുള്ളവൻ നടന്നുപോയാൽ ദൈവമഹത്വം വെളിപ്പെടും. സ്തോത്രം. ദൈവം തെരഞ്ഞെടുത്തവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഒരു കൂട്ടം സ്തോത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നവരോട് ഒരു ദൂത് പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇത് പറയുമ്പോൾ എൻ്റെ ഒരനുഭവം കൂടെ പറയാം. എൻ്റെ അമ്മയ്ക്ക് കണ്ണിൽ പ്രഷർ കൂടി, ഗ്ലൂക്കോമ ആയി. സ്തോത്രം. ഒരുപാട് ഹോസ്പിറ്റലിൽ മാറി മാറി കൊണ്ടുപോയി. ഒറ്റ വാക്കിൽ നിങ്ങളൊരു പക്ഷേ ആ സാക്ഷ്യം കേട്ട് കാണും, അമ്മയും ഞാനും ഒക്കെ പറയുന്നത്. സ്തോത്രം. ലോകവൈദ്യന്മാർ ഉപേക്ഷിച്ചു. സ്തോത്രം. ഒടുവിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മയേക്കാൾ ഏകദേശം 1.5 ലക്ഷം രൂപയോളം ചെലവഴിച്ചു. ഗ്ലൂക്കോമയായി. സ്തോത്രം. ആഴ്ചയിൽ 4 ദിവസം അമ്മയുമായി ഹോസ്പിറ്റലിൽ പോവും. 88 വയസ്സുള്ള അമ്മ, മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു തിങ്കളാഴ്ച വൈകിട്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, മരുന്നൊക്കെ കൊടുത്തു, കണ്ണിന്റെ നിറം മങ്ങിപ്പോയി. കോട്ടനും ഗോസും കൂടെ വെച്ച് പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുക. മണിക്കൂറുകൾ ഇടവിട്ട് കണ്ണിന് മരുന്നൊഴിക്കണം. പെയിൻ കില്ലറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയും വ്യാഴാഴ്ച വരണമെന്ന് പറഞ്ഞു വിട്ടു. വീട്ടിൽ വന്ന് അതികഠിനമായ വേദനയായി. കണ്ണിന്റെ നരമ്പുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഈ ഭാഗമെല്ലാം ഉയർന്നു നിൽക്കുക. ഉമിനീരിറക്കം വയ്യ. ചെവിക്ക് അതികഠിനമായ വേദന. ഈ ഭാഗം മൊത്തം നീര് വെച്ച് ഇവിടെ മുഴ പോലായി. സ്തോത്രം. അതികഠിനമായ വേദനയായപ്പോൾ വ്യാഴാഴ്ച വരെ 3 ദിവസം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയി. ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർക്കെതിരെയുള്ള കസേരയിലിരുന്നു. ഒട്ടിച്ചു വെച്ച പ്ലാസ്റ്റർ അങ്ങോട്ട് ഇളക്കി മാറ്റിയപ്പോൾ കണ്ണിന്റെ കൃഷ്ണമണി ഏതാ, മറ്റു ഭാഗങ്ങൾ ഏതാന്ന് കാണാൻ വയ്യാത്ത രീതിയിൽ
മഞ്ഞപ്പൊടി വാരിയിട്ട പോലെ കണ്ണ് പഴുത്തുപോയി. ഡോക്ടർ അതുപോലെ അടച്ചു വെച്ചിട്ട് പറഞ്ഞു, വേഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി അമ്മയുടെ കണ്ണെടുത്ത് കളയണം. സ്തോത്രം. വേഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ സന്ധ്യാസമയത്ത് പെട്ടെന്ന് ഞങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും അവിടെയുള്ള ഡോക്ടറെ വിളിച്ച് അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചു. ശേഷം വെളുപ്പിനെ 5 മണിക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ അടുത്തുള്ള ഹൈന്ദവ സഹോദരനെ കാർ ബുക്ക് ചെയ്തു. സ്തോത്രം. ആ രാത്രി ഏകദേശം 10:15 സമയം ഞാൻ എൻ്റെ അമ്മയുടെ മുറിക്കകത്തേക്ക് ചെന്നു. സ്തോത്രം. സംസാരിക്കാൻ പോലും കഴിയത്തില്ല. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചെവി ചേർത്ത് പിടിച്ചാലേ കേൾക്കാൻ പറ്റൂ. അമ്മയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ സ്തോത്രം ഞാൻ പറഞ്ഞു, അമ്മേ, കാരണം അമ്മയോട് അറിയിച്ചില്ല നാളെ ഈ കണ്ണെടുത്ത് കളയാൻ പോവാന്ന്. അതികഠിനമായ വേദനയായി പിടയുന്ന അമ്മയെ നോക്കി ഞാൻ പറഞ്ഞു, അമ്മ, നാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാവിലേക്ക് പോകും. എന്തിനാ പോകുന്നതെന്ന് അറിയാമോ? അമ്മ പെയ്യെ പറഞ്ഞ അറിയാം. എന്തിനാന്ന് ചോദിച്ചപ്പോ അമ്മ പറയാ, പാവം എൻ്റെ അമ്മയെ അറിഞ്ഞില്ല. അമ്മ പറഞ്ഞു, ഇതിനേക്കാട്ടി നല്ല ഡോക്ടറുണ്ട്, കാണാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞില്ലമ്മേ, അമ്മയുടെ വലത് കണ്ണെടുത്ത് കളയാൻ പോവാ. പറയാതെ കൊണ്ടുപോയി ആ ഓപ്പറേഷൻ നടത്തിയാൽ അമ്മ എങ്ങനെ അതിനോട് പ്രതികരിക്കുമെന്ന് ഭയന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് വിതുമ്പി കരയുന്ന പോലെ കരഞ്ഞു. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയതാ. അമ്മ കരഞ്ഞപ്പോൾ എനിക്ക് വലിയ വേദനയുണ്ടായി. ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അമ്മ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ പ്രസംഗിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാ. നിനക്ക് സ്തോത്രം വരുന്നിടം വരെ നിന്റെ വലത് കൈയെടുത്ത് അമ്മയുടെ കണ്ണെ വെച്ചൊന്ന് സ്തോത്രം, ഉറക്കം വരുന്നിടം വരെ നീ ഒന്ന് സ്തോത്രം പറയാവോ എന്ന് ചോദിച്ചു. സ്തോത്രം. കരഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു, സ്തോത്രം പറയാമെന്ന് പറഞ്ഞു. പ്രിയരെ, രാത്രി 10:30 മുതൽ സ്തോത്രം ഇതുപോലൊരു ഷാളെടുത്ത് തലയിലോട്ട് കെട്ടിയിട്ട് അമ്മയുടെ കട്ടിലിന്റെ മുട്ടയിൽ നിന്ന് അല്ലെങ്കിൽ ആ കണ്ണയിലോട്ട് കൈവച്ച് സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രത്തിന് ഭയങ്കര ശക്തിയാ. ഇത് പറഞ്ഞു പറയിപ്പിക്കുന്ന അകം തിളച്ചു മറിയുന്നവൻ അതരം പൂട്ടി ഇരിക്കാൻ പറ്റത്തില്ല. യെരിഹോവിന്റെ മതിൽ തകരണമെങ്കിൽ, സിംഹത്തിന്റെ വായടയണമെങ്കിൽ, തീയുടെ ബലം കടണമെങ്കിൽ, ഏതൊരവസ്ഥയിലും ആരാധിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അത് ചങ്ങലകളെ അഴിക്കുന്നതാ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ അഴിക്കുന്നതാ, ഏത് വലിയ ബന്ധനത്തിൽ കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരുന്നതാ പ്രാർത്ഥന, ആരാധന. സ്തോത്രം പറയാൻ തുടങ്ങി. ഇത് പല സ്റ്റേജുകളിൽ ഞാൻ പറഞ്ഞു. അനേക ദൈവദാസന്മാര് സ്തോത്രം, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വലിയ സൗഖ്യം ഇത് മുഖേന പ്രാപിക്കാനിടയായി തീർന്നു. രാത്രി 10:30 മുതൽ വെളുപ്പിനെ 3:15 വരെ സ്തോത്രം സ്തോത്രം സ്തോത്രം. മറ്റൊന്നും വിടുവിക്കണേ, സൗഖ്യം ഒന്നും പറഞ്ഞില്ല. നാമത്തിന് തക്ക മഹത്വം കൊണ്ട് കൊടുത്തു. 3:30 ഷാൾ നിലത്തോട്ടിട്ട് അവിടെ കിടന്നു. 5 മണിയായപ്പോൾ സെൽഫോൺ റിങ് ചെയ്തു. ഞാൻ വേഗം എടുത്തപ്പോൾ അദ്ദേഹം വന്ന്, ഗേറ്റ് തുറന്നില്ലയോ, നിങ്ങൾ ലൈറ്റ് ഇട്ടില്ലയോ, പോകുന്നില്ലേ, 5 മണിയായി. ഞാൻ ചാടി എഴുന്നേറ്റു. അമ്മയെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, വേറെ സഹോദരിമാരും കൊണ്ട് വീട്ടിൽ. സ്തോത്രം. ഞാൻ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയെ വേഗം എഴുന്നേക്ക്, സാരി ഉടുക്കാൻ സമയമില്ല, ഒരു നൈറ്റി ഇട്ടാ മതി. സ്തോത്രം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തണം, 5 മണിക്ക് ഇറങ്ങാനുള്ളതാ. കാറ് വന്നു. അമ്മ പെട്ടെന്ന് എഴുന്നേറ്റു. ഒന്ന് ഫ്രഷ് ആകാൻ വെളിയിലോട്ട് പോയ ഞാൻ, അമ്മ പെട്ടെന്ന് എന്റെ കയ്യെ തലേ ദിവസം രാത്രി പിടിച്ച പോലെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ സാധനം ഒന്ന് എടുത്ത് മാറ്റിക്കേ, ഈ ഗോസ് ഒന്ന് പഞ്ഞിയൊന്ന് എടുത്ത് മാറ്റിക്കേ. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ ഡോക്ടർ എടുത്ത് മാറ്റും. അമ്മയുടെ ശബ്ദത്തിലൊരു സ്വാഭാവികത, കാരണം ചെവി ചേർത്ത് പിടിച്ചാൽ മാത്രം ഇന്നലെ രാത്രി കേൾക്കത്തുള്ളായിരുന്നു. ഇന്ന് അമ്മയെ അധികാരത്തോടെ പറഞ്ഞു എടുത്തു മാറ്റ. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ ഇന്നലെ രാത്രി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഐസ് എടുത്ത് കണ്ണയിലോട്ട് വെക്കുന്ന പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഈ പഞ്ഞി എടുത്ത് മാറ്റി എന്റെ കണ്ണിന് അത്ഭുത വിടുതൽ കിട്ടി. സ്തോത്രം. അല്ലെ, കണ്ണ് പഴുത്തളിഞ്ഞു പോയി, ഞരമ്പിൽ പഴുപ്പ് ബാധിച്ചതാ. അല്ലേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ, അമ്മേ, ഞാൻ എങ്ങനെ സ്തോത്രം ഇതെടുത്ത് മാറ്റും? കാരണം ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി രോഗികളെ ഇതുപോലൊക്കെ കണ്ട. പക്ഷെ ഇത് എൻ്റെ അമ്മയാ. അവനവന് വരുമ്പോഴല്ലേ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അമ്മ ഡോക്ടർ എടുത്തോളൂ. അമ്മ പറഞ്ഞു, ഒരു ഡോക്ടറും എടുക്കത്തില്ല, ഇത് നീ എടുത്തില്ല, ഇപ്പൊ ഞാൻ ഇളക്കി കളയുമെന്ന്. സ്തോത്രം. അമ്മയുടെ ശബ്ദം മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി, മഹത്വം അമ്മയുടെ മേൽ ഇറങ്ങി. ഇന്ന് രാത്രി ആരാധനയെങ്കിൽ വിടുതലുണ്ട്. അല്ലെ, വെറുതെ അല്ല ആരാധിക്കാൻ പറയുന്നത്. ഹല്ലേലൂയ. വെറുതെ അല്ല സ്തുതിക്കാൻ പറയുന്നത്. അല്ലെ, ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വ ശക്തിയും കൊടുപ്പീൻ. 11-ാം വാക്യം പറയുന്നു, അവൻ നിനക്ക് ശക്തി തരും, അവൻ നിന്നെ സമാധാനം നൽകി അനുഗ്രഹിക്കും. സ്തോത്രം. പറഞ്ഞു എടുത്തു മാറ്റാം വിറയാർന്ന കൈകളോടുകൂടി. സ്തോത്രം. അമ്മയുടെ കണ്ണേക്ക് വെച്ചിട്ട് ഈ പാട് ഞാൻ അങ്ങോട്ട് എടുത്തു മാറ്റിയപ്പോൾ എന്റെയും നിങ്ങളുടെയും കണ്ണെങ്ങനെ ഇരിക്കുന്നു അതുപോലെ എൻ്റെ സ്തോത്രം മാത്രം പറഞ്ഞ് വിടുതൽ പ്രാപിച്ച് 88-ാമത്തെ വയസ്സിലും കണ്ണെടുത്ത് കളഞ്ഞില്ല. കണ്ണെടുത്ത് കളയണമെന്ന് പറഞ്ഞ ഡോക്ടറെ വീട്ടിൽ യോഗം നടത്തി.
ഒത്തിരി അനുഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ, വിശദീകരിക്കാൻ ലൈവിൽ ഒത്തിരി പേര് അല്ലെ കേൾക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, സ്തോത്രം, ഈ 2024 ഫെബ്രുവരി മാസത്തിൽ സ്തോത്രം പത്രം വായിച്ചുകൊണ്ട് നമ്മ പത്രം മേശയിൽ ഇട്ടിട്ട് അല്ലെ കസേരയിലോട്ട് ഇറങ്ങുമ്പോൾ വീണു, സ്തോത്രം, നട്ടെല്ല് 3 പൊട്ടിപ്പോയി. ഹല്ലേലൂയ. എന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ ഈ പന്തലിനകത്ത് ഇവിടെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാറശാലയിൽ ഞാൻ അവിടെ കൺവെൻഷൻ യോഗം പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ഈ സമയത്ത് എൻ്റെ അമ്മ ഇവിടെ വീണു, നട്ടെല്ല് 3 പൊട്ടി. അല്ലെങ്കിൽ മാത്രമല്ല മൈനർ അറ്റാക്കും ഉണ്ടായി. പെട്ടെന്ന് സഞ്ജീവനി ഹോസ്പിറ്റലിൽ നിന്ന് ബിലിവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രാത്രി 2:30 ഞാൻ ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ എൻ്റെ സഭ ഒന്നടങ്കം അവിടെ ഉണ്ട്, പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്നേഹിതരൊക്കെ ഉണ്ട് അവിടെ. ഹല്ലേലൂയ. ഞാൻ അവിടെ വന്നപ്പോൾ ഡോക്ടറെ ഓടിച്ചെന്ന് കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞത് 6 മണിക്കൂറായി എൻ്റെ അമ്മയ്ക്ക് അറ്റാക്ക്, നട്ടെല്ല് 3 ഒടിഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒടുവിൽ പറഞ്ഞു, എന്നോടൊപ്പം ഹോസ്പിറ്റലിലുണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഈ പന്തലിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ സാക്ഷ്യം ഒന്നുകൂടെ ഉറപ്പായി പറയുന്നത്. കൃപയാൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പോയപ്പോൾ ആരോഗ്യവതിയായ കണ്ട അമ്മ വന്നപ്പോൾ ഈ ഒരു അവസ്ഥയെ കണ്ടപ്പോൾ സ്തോത്രം 6 മണിക്കൂറെന്ന് ഡോക്ടർ പറയുമ്പോൾ സ്തോത്രം ഞാൻ പറഞ്ഞില്ല കർത്താവേ. നിങ്ങൾ വിചാരിക്കും ഇപ്പം ചിലരിങ്ങനെ എന്നെ നോക്കുക, 88 വയസ്സായില്ലേ, പോകട്ടെ. ചിലരങ്ങനാ. സ്തോത്രം. ഹല്ലേലൂയ. ഈ നമ്മുടെ അപ്പനും അമ്മയും മാതാപിതാക്കൾ പ്രായമായ ഒരു വീട്ടിലുള്ളത് എന്താ ഐശ്വര്യമാണെന്നറിയാവോ? സന്തോഷമൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല. അവർ വീട്ടിലുള്ളത് അവരൊന്ന് സ്തോത്രം പറയാനുള്ളതിൻ്റെ മഹത്വമായി നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു കാര്യം പറയാം, പ്രായമുള്ള മാതാപിതാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, കരുതണം. സ്തോത്രം. ഞാൻ എപ്പോഴും ഓൾഡേജ് ഹോമൊക്കെ സന്ദർശിച്ചിട്ട് മക്കളൊന്നും നോക്കാതെ കൊണ്ടിരിക്കുന്ന അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ പോയി കുളിപ്പിക്കും. അവർക്ക് വസ്ത്രം അല്ലെങ്കിൽ ഇട്ടുകൊടുക്കും. സ്തോത്രം. അവർക്ക് ആഹാരം വാരി കൊടുക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. സ്തോത്രം. ഞാൻ എത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയാലും പ്രായമുള്ള മാതാപിതാക്കൾ റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ സ്തോത്രം ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ടല്ലേ പുറകോട്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരെ റോഡ് ക്രോസ് ചെയ്യാനാണെങ്കിൽ അതൊക്കെ ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ വളരെ വേദനിച്ചു. ഡോക്ടർ പറഞ്ഞു വെറും 6 മണിക്കൂറിനുള്ളിൽ മാത്രമല്ല നട്ടെല്ല് പൊട്ടുക മാത്രമല്ല അല്ലെങ്കിൽ അറ്റാക്കും വന്നു. ഇപ്പോൾ ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് പോലും അമ്മയ്ക്ക് ഓക്സിജൻ എടുക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, ഒപ്പിട്ട് തരണം, അല്ലെങ്കിൽ ഒപ്പിട്ട് തരണം, കാരണം അമ്മയുടെ തൊണ്ട കിഴിക്കണമെന്ന്. ഹല്ലേലൂയ. ഇതൊന്നും കേൾക്കാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പോയി വെളിയിലോട്ട് നിന്ന് സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നിന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ ഇത് അനുഭവിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. ദൈവം ഇന്നും പ്രവർത്തിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പാപപരിഹാരം ഉണ്ടെങ്കിൽ രോഗസൗഖ്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? സ്തോത്രം. പഴയ നിയമത്തിൽ 10 ബാധകളുടെ നടുവിലൂടെ ദൈവം അയച്ചു. ഒരു ബാധയും ഏക്കാതെ പുറത്തു കൊണ്ടുവന്നു. ചെങ്കടൽ വിഭാഗിച്ച് മാറയെ മധുരമാക്കി തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു. സ്തോത്രം. മഞ്ഞിൽ പൊതിഞ്ഞ മന്ന കൊടുത്തു. സ്തോത്രം. കയ്യെത്തി പിടിക്കത്തക്ക രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ ഓർക്കുമ്പോൾ. 3 അടി പൊക്കമുള്ളവനും 4 അടി പൊക്കമുള്ളവനും 5 അടി പൊക്കമുള്ള അവനവന്റെ കൂടാരത്തിന്റെ വാതിക്കെ കയ്യെത്തി പിടിക്കത്തക്ക കാടപ്പക്ഷികളെ കൊണ്ട് കൊടുത്തു. ഇറക്കിക്കൊണ്ട് വന്നവന് ഉത്തരവാദിത്വമുണ്ട്. 1 വയസ്സിൽ കൊച്ചിനിട്ട് കൊടുത്തു ഉടുപ്പ്, 40ാമത്തെ വയസ്സിലും ചെറുക്കനിട്ടെന്ന്. അവൻ വളരാഞ്ഞിട്ടല്ല, ഉടുപ്പ് വളർന്നു. 1 വയസ്സിലിട്ട് കൂടെ ചെരുപ്പ് വളർന്നു, ഉടുപ്പ് വളർന്നു. ഇതുപോലെ ഭയങ്കരവും അതിശയമായി ഇറക്കിക്കൊണ്ട് വന്നവരെ പരിപാലിക്കുന്ന ഒരു ദൈവം. എനിക്ക് വേദപുസ്തകത്തിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും എന്നെ ബലപ്പെടുത്തിയിട്ട്, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല. ഭാര്യ ഒരു സമയം കഴിയുമ്പോൾ ഭാര്യ പോകും, അല്ലെ ഒരു സമയം കഴിയുമ്പോൾ ഭർത്താവ് പോകും. സകലരും നഷ്ടപ്പെട്ടാലും തമ്പുരാൻ പറഞ്ഞ ലോകാവസാനത്തോളം എല്ലാ നാള് ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല. ഇന്ന് രാത്രി ആരുമില്ലെന്ന് ചിന്തിക്കുന്ന സ്നേഹിത, ആര് നിന്നെ കൈവിട്ടാലും യേശു പറയുന്നു, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ആർക്കും വേണ്ടാത്തവനെ യേശുവിന് വേണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ആ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിന്റെ വെളിയിൽ വന്നു നിന്ന് സ്വത്രം ഞങ്ങള് ഒരുമിച്ച് നിന്നോട്ട് സ്വർഗത്തിലേക്ക് കൈ ഉയർത്തിട്ട് ഞങ്ങൾ പറഞ്ഞു, കർത്താവേ സ്വത്രം. എന്ത് ഓക്സിജനാ ശ്വസിച്ച് നമ്മൾ വലിച്ചു കയറ്റുന്നത്? എത്ര ലക്ഷം രൂപയാ കൊടുക്കണ്ടേന്നറിയാവോ? സ്തോത്രം. ഒന്ന് ചെന്ന് ഒരാഴ്ച ഒന്ന് കിടക്കണം. സ്തോത്രം. ഹല്ലേലൂയ.
ഓക്സിജൻ പോലും ശ്വസിക്കാൻ പറ്റാതെ, സ്തോത്ര ഹല്ലേലൂയ, രക്ഷയില്ല എന്ന് പറഞ്ഞ്, നട്ടല്ലൊടിഞ്ഞു പോയെന്ന് പറഞ്ഞ്, അറ്റാക്കായിട്ട് 6 മണിക്കൂറെന്ന് പറഞ്ഞ്, ഇനിയും കാണണ്ടെന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരിക്കുന്ന അമ്മയുടെ കിടക്ക ഹല്ലേലൂയ, ഡോക്ടർമാരകത്തിരിക്കുമ്പോൾ വെളിയിൽ ചെന്ന് തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ സെക്യൂരിറ്റിമാർ നിൽപ്പുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഒറ്റ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നും ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമെന്നും. അല്ലെങ്കിൽ ഇതെല്ലാവർക്കും കിട്ടുമോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. വിശ്വസിക്കുന്നവരാ ഇന്നും ഈ അടയാളങ്ങൾ നടക്കും. പഴയ നിയമത്തിൽ ഇതെല്ലാം കൊടുത്ത ദൈവം ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ. വിശപ്പിനും കൊടുത്തു, ഇറച്ചി കൊടുത്തു, അപ്പം കൊടുത്തു, അല്ലേലിയോ ചെങ്കടന എല്ലാം കൊടുത്തു. പക്ഷെ ഒരു ഡോക്ടറെ കൊടുത്തില്ല, ഒരു വൈദ്യനെ കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയായി നിങ്ങളുടെ നടുവിലുണ്ട്. അടിപ്പിണരുകളാ ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഹല്ലേലൂയ. എന്നിട്ട് ഞങ്ങൾ അകത്തോട്ട് ഇന്ന് ഡോക്ടറോട് പറഞ്ഞു, സ്വന്തം ഡോക്ടറെ അമ്മേ പുറത്തോട്ടൊന്ന് ഇറക്കാവൂ. ഡോക്ടർ പറഞ്ഞു, എന്താ പറയുന്നത്? ഹല്ലേലൂയ, ഓക്സിജൻ വെച്ചിട്ട് പോലും പറ്റാത്ത ഈ അമ്മയെ എന്തിനാ വെളിയിലോട്ട് കൊണ്ടുവന്നത്? ഞങ്ങൾ പറഞ്ഞു, 1 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കാനാണ്. സ്തോത്രം. എന്റെ പ്രിയരെ, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി നീ കാണും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കേ. 12 വർഷക്കാലം രക്തസ്രാവമുള്ള സ്ത്രീ സമൂഹത്തിൽ നിന്ന് നമ്മൾ മാറി താമസിക്കുക. പക്ഷെ അവൾ കേട്ടു, നസ്രയനായ യേശു സൗഖ്യദായകൻ. അല്ലെങ്കിൽ യേശുവിനെ കാണുന്നതിന് മുമ്പ് അവൾ പറഞ്ഞു, അവന്റെ മർക്കോസ് 5 അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാ ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. അവിടെ വിശ്വാസത്തെ അവൾ പ്രഖ്യാപിച്ചു. വിശ്വാസത്തെ പ്രഖ്യാപിച്ച് അകത്ത് ചെന്നിട്ട് പറഞ്ഞു, സ്വോത്രം, അമ്മയെ പുറത്തോട്ടൊന്ന് ഇറക്കാമോ എന്ന് ചോദിച്ചു. സ്വോത്രം. അവര് വിചാരിച്ചു ഇതെന്തോ പ്രാർത്ഥനാക്കാരാം, പുറത്തോട്ട് കൊണ്ടുവന്നു. അല്ലെ, നിങ്ങൾ മാറ്റി നിർത്തി കൊണ്ട് ചോദിച്ചു നോക്കി. ഇതിനകത്ത് ഇരിപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര്. സ്വോത്രം. അല്ലെങ്കിൽ എന്നോടൊപ്പം വന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്ത് ഇരുമ്പോൾ നിങ്ങളത് ചോദിച്ചേ, ഒരു 10 മിനിറ്റ് പിന്നെ ഓക്സിജൻ വെക്കേണ്ടി വന്നില്ല, വെളിയിലോട്ട് കൊണ്ടുവന്നു. ഇന്ന് അമ്മ എഴുന്നേറ്റ് നടക്കുന്നു. നട്ടല്ലൊടിഞ്ഞതിനെ, ഒടിഞ്ഞ അസ്ഥികളെ ഉല്ലസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലും രാത്രി ഞാൻ യോഗത്തിന് പ്രസംഗിക്കുമ്പോൾ വീട്ടിലെത്തും വരെ കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാക്കി ദൈവം മാറ്റിയെങ്കിൽ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ട്. രോഗസൗഖ്യം തരാൻ ആ യേശു സർവശക്തിയുള്ള ദൈവമോ. സംസാരശേഷി നഷ്ടപ്പെട്ട് കയ്യും കാലം തളർന്ന് സമർത്ഥമായ മുടിയെല്ലാം കൊഴിഞ്ഞ് വായൊരു വശത്തേക്ക് കോടി. സ്തോത്രം. കോട്ടയം മെഡിക്കൽ കോളേജ് ഉപേക്ഷിച്ചൊടുവിൽ ലോകവൈദ്യന്മാർ ഉപേക്ഷിച്ച് ആശ്രയ സ്ഥാനങ്ങളെല്ലാം അറ്റുപോയി. ഒറ്റ വാക്കിൽ പറയാം, മനുഷ്യനിർമ്മിതമായ ഒന്നിനും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, മനുഷ്യർക്ക് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 18 കിലോ പോലും തികച്ചില്ലാത്തൊരു അസ്ഥിഭഞ്ജനമായ ആഭരണമോ വസ്ത്രമോ ധരിക്കാൻ കഴിയാതെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ മുടിയെല്ലാം കൊഴിഞ്ഞ് പിരികമെല്ലാം കൊഴിഞ്ഞ് ഒരസ്ഥിഭഞ്ജനമായി അകത്തുകൊണ്ടിട്ടിരിക്കുമ്പോൾ നാഷണൽ ഗോസ്പൽ ഫോഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ പ്രവർത്തകർ ഞങ്ങളുടെ ദേശത്ത് വന്ന് ഇതുപോലൊരു കവലയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നാറ്റം വച്ച ലാസറിനെ ഉയർപ്പിച്ച ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ ദേശക്കാർക്ക് ലാസർ ആരാന്ന് അറിയത്തില്ല, ഇവരുടെ കൂടെ ഉള്ളതാണോ ബൈബിളിലെന്ന് അറിയാൻ വയ്യാത്തവരുടെ നടുവിൽ പ്രസംഗിച്ചപ്പോൾ, അല്ലെങ്കിൽ ജാതകത്തിൽ ആ പ്രായം വരെ എനിക്ക് ആയുസ്സുണ്ടായിരുന്നുള്ളൂ, ആത്മാവിന് മോശം കിട്ടാൻ തീർത്ഥവും കുടിച്ചുകൊണ്ട് മരണത്തെ കാത്ത് ലോകവൈദ്യന്മാർ ഉപേക്ഷിച്ച് ആശ്രയ സ്ഥാനങ്ങൾ അറ്റുപോയി അവിടെ കിടക്കുമ്പോൾ അഭിഷിക്തരോട് എൻ്റെ പ്രിയപ്പെട്ടവർ വന്ന് പ്രാർത്ഥിയില്, അവളെ എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ അവളെ ഇടുന്ന കുഴി നിന്നെയൊക്കെ ഇടുമെന്ന് പറഞ്ഞ് ആ കിടക്കയ്ക്ക് ചുറ്റും വന്നു നിന്ന് സാധുക്കളായ അഭിഷിക്തന്മാർ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥനയുടെ പരിണിത ഫലമോ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഓ, വിശ്വസിക്കും. ഞങ്ങൾ വെറുതെ അല്ല കിടന്ന് പറയുന്നത്, ഞങ്ങൾക്ക് കൊടുക്കാനുണ്ട്. ലോകം തരാത്ത സമാധാനം തരുന്ന യേശു ഞങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അവൻ തന്ന സമാധാനം ഞങ്ങൾക്ക് പകരുവാനുണ്ട്. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. സ്തോത്രം. നോക്ക, തലേ ദിവസം പത്രോസിനെ ബന്ധിച്ചവര്, പത്രോസിനെ കെട്ടിയവര് പറഞ്ഞത്, ഈ കെട്ടഴിക്കാൻ ആർക്കും പറ്റത്തില്ല. ചിലർ കെട്ടിയാൽ അങ്ങനെ അവര് പറയുന്നത്, ഇത് വലിയ കെട്ടാ, ഈ കെട്ടിനി ആര് വഴിക്കത്തില്ലെന്നാ. ആര് കെട്ടിയാലും ദൂതൻ തൊട്ടപ്പോ കെട്ടഴിഞ്ഞു. വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മുറിക്കകത്തിരുന്നു കൊണ്ട്, മറിയയുടെ മുറിക്കകത്തിരുന്നു കൊണ്ട് രോധയുൾപ്പെടെ കുറച്ച് സഹോദരിമാർ, പാവപ്പെട്ടവർ അല്ലെങ്കിൽ ഇരുന്ന് ദൈവത്തിന്റെ സന്നിധി കരഞ്ഞു. അല്ലെ, ഗവൺമെന്റ് തലത്തിൽ ഇടപെടാൻ ആരുമില്ലെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ അകത്ത് കിടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം കീറി മുറിച്ച് കാരാഗ്രഹത്തിനകത്ത് ഒരു വാതിലും തുറക്കാതെ ദൂതൻ അവിടെ ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന പത്രോസിന്റെ വിലാപ്പുറത്ത് തൊട്ടു 22 പട്ടാളക്കാരെ ഉറക്കിയിട്ടിട്ട് പത്രോസിനെ സ്വർഗം പുറത്തു കൊണ്ടുവന്നെങ്കിൽ ശത്രു എത്ര ബന്ധിച്ചാലോ ഇന്ന്
രാത്രി കരം തട്ടി ദൈവത്തെ സ്തുതിച്ചോട്ടെ. ഓ റിഖറബ സതുരാജകൾ ഗമനഗസിയ. ഏതെല്ലാം രീതിയിൽ ഒതുക്കാൻ നോക്കിയാലും ബന്ധിച്ചിട്ടാലും പുറത്തു കൊണ്ടുവരുവാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ, ജീസസ്, സ്തോത്രം, ഹല്ലേലൂയ. ദൂതനങ്ങോട്ട് ഇറങ്ങി വന്ന് ഉറങ്ങിക്കിടന്നവന്റെ വിലാപ്പുറത്ത് ഒരു തട്ട്. തലേ ദിവസം കെട്ടിയവൻ പറഞ്ഞു, ഈ കെട്ടിനി ആരും അഴിക്കത്തില്ല, കാരണം മണിക്കൂറുകൾക്കുള്ളിൽ നേരം വെളുക്കും. ഹെരോദാവിന്റെ മുമ്പിൽ നിർത്തി വെട്ടിക്കളയേണ്ടതാ. അല്ലെ, വെട്ടിക്കളയെന്ന് പറയുന്നതിന്റെ നടുവിൽ, ബന്ധിച്ചിടുമെന്ന് പറയുന്ന നടുവിൽ കെട്ടഴിക്കാൻ കരുത്തുള്ളവൻ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഇറങ്ങി വന്നാൽ ലോകത്തിലൊരു ശക്തിക്ക് ഒതുക്കാൻ പറ്റത്തില്ല. കെട്ടിയവൻ പറഞ്ഞ ആരും അഴിക്കത്തില്ലെന്നാ, പക്ഷെ ദൂതൻ അങ്ങോട്ട് തൊട്ടപ്പോ കെട്ടഴിഞ്ഞു. സ്തോത്രം, സ്തോത്രം. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവനെ കെട്ടിയിടാൻ ഒരുത്തനെ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവനെ ഒതുക്കി വെക്കാൻ ഒരുത്തനെ ദൈവം അനുവദിക്കത്തില്ല. ദൂതൻ ഇറങ്ങി വന്ന് വിലാപ്പുറത്ത് തൊട്ടപ്പോ കേട്ടഴിഞ്ഞു. സ്തോത്രം. ഈ രാത്രി പറയാം, ശത്രു എത്ര ശക്തമായി നിന്റെ കുടുംബത്തിനെതിരെ കെട്ടിവെച്ചാലും ആ കെട്ടിനെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അഴിക്കാം. ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. പ്രാർത്ഥനയിലൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമോ? അല്ലെങ്കിൽ പ്രാർത്ഥനയൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? പ്രാർത്ഥനയുടെ ശക്തി കെട്ടുകളെ അഴിക്കുന്നതോ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചോട്ടെ. ഹല്ലേലൂയ. ഒന്നാം വാതിലും രണ്ടാം വാതിലും പട്ടണത്തിന് മുമ്പിലുള്ള ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്ന് പത്രോസ് പുറത്തു വന്നു. നിങ്ങൾ നോക്കണം, സഹോദരിമാരുടെ കൂട്ടായ്മയാണെന്ന് ഒത്തിരി തെളിവുകൾ അതിനകത്തുണ്ട്. അല്ലല്ല, രാത്രി തന്നെ വന്നു വാതിൽക്കൽ മുട്ടി. രോദാ ചെന്ന് നോക്കി ഓടിച്ചെന്ന് പറഞ്ഞു. അല്ലെ, പ്രാർത്ഥിച്ചവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ. കാരണം എനിക്കങ്ങനെയായിരുന്നു. അമ്മയുടെ കണ്ണ് മഞ്ഞപ്പൊടി വാരിയിട്ട പോലെ കണ്ണ് മുഴുവൻ, അകം മുഴുവൻ പഴുത്തളി വെളിയിലോട്ട് തെള്ളി നിന്നതാ. ആ കോട്ടൺ മുഴുവൻ മഞ്ഞിച്ചു പോയതാ. രാവിലെ അമ്മ പറഞ്ഞു, മോനെ സ്വോത്രം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഐസ് വെച്ച പോലെ ഉണ്ടായി, ഇതൊന്ന് എടുത്തു കളയാൻ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ നേഴ്സായി ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും കണ്ണ് പോലെ ആ കണ്ണായെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാ ഹല്ലേലൂയ. സഭ പോലും വിസ്മയിക്കത്തക്ക രീതി പത്രോസിനെ സ്വർഗം പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവനവിടെ നിന്നില്ല. ആ സഹോദരിമാരോട് പറഞ്ഞു, തന്നെ നിങ്ങൾ ആ 12-ാം അധ്യായം ചെന്ന് 12 വാക്യം മുതൽ താഴോട്ട് വായിക്കണം. സ്തോത്രം. ദൈവം തന്നെ ദൂതനെ അയച്ച് പുറത്തു കൊണ്ടുവന്നത് അവരോട് വിവരിച്ചു പറഞ്ഞിട്ട് ആ രാത്രി തന്നെ അവിടെ നിന്നും പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ സഹോദരന്മാരോട്, യാക്കോബിനോടും ശേഷ സഹോദരന്മാരോടും ചെന്ന് പറഞ്ഞേക്കണം. യാക്കോബും ശേഷ സഹോദരന്മാരും അവിടെ ഇല്ല. ഹല്ലേലൂയ. സഹോദരിമാരുടെ ആ കൂട്ടായ്മയ്ക്കകത്തേക്ക് പത്രോസ് കയറാതെ ഹല്ലേലൂയ യാക്കോബിനോടും കൂടെയുള്ള സഹോദരന്മാരോടും പറഞ്ഞേക്കുന്ന ആ രാത്രി തന്നെ അവൻ അവിടുന്ന് പോയി. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര ബന്ധനത്തിൽ നിന്റെ തലമുറ കിടന്നാലും, എത്ര കെട്ടിനകത്ത് നിന്റെ കുടുംബം കിടന്നാലും, ഏതെല്ലാം ശക്തികൾ നിന്നെ ഒതുക്കിയിട്ടാലും, ഏത് വലിയ ചങ്ങലയ്ക്കകത്ത് കിടന്നാലും വിടിവിപ്പാൻ കരുത്തുള്ളവൻ, ആരാധനയ്ക്ക് യോഗ്യനായവൻ, 3 ലോകം മുട്ടുമടക്കുന്ന ഏകനാമമുള്ളവൻ ഇന്ന് രാത്രി ഈ ദേശത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു പക്ഷേ പന്തലിനകത്തല്ല, വെളിയിൽ നിന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ സ്നേഹിതരെ, വിടിവിക്കാൻ കഴിയുന്ന ഏകനാമം യേശുവിന്റെ നാമമാ. കർത്താവ് പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ ദൈവം, നിലവിളി കേട്ട് മനസ്സലിഞ്ഞ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടയാളത്തോടുകൂടി ജനത്തെ പുറത്തു കൊണ്ടുവന്നു. ജനം പുറത്തു വന്നു. എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ജനം പുറത്തു വന്നു. മുന്നോട്ട് പ്രയാണം ചെയ്യതവേ ശത്രു മുന്നോട്ട് വിടാതെ വണ്ണം അവരുടെ പുറകിൽ വന്നു നിന്നു. പുറകിൽ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇനി എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? കാരണം ആരാധിക്കാൻ ഇറങ്ങിയതാ, മര്യാദയ്ക്ക് പറഞ്ഞതാ, അവിടെ നിന്ന് ആരാധിച്ചാൽ മതിയെന്ന്. ഇന്ന് രാത്രി വിളിച്ചു പറയാം, അല്ലെ ബന്ധനത്തിൽ കിടന്ന ആരാധന വെളിപ്പെടത്തില്ല. പാരമ്പര്യത്തിന്റെ മുഖത്തിനകത്ത് കിടന്ന ആരാധന വെളിപ്പെടത്തില്ല. ഹല്ലേലൂയ. ഫറവോന്റെ അടിമത്തത്തിൽ കിടന്ന പാട്ടുണ്ടെങ്കിലും പാട്ട് പുറത്തു വരത്തില്ല. പ്രവചനമുണ്ട്, തപ്പുണ്ട്, പക്ഷെ അക്കരെ ചെന്നപ്പോഴാണ് അത് എടുക്കാൻ പറ്റിയത്. ബന്ധനത്തിൽ കിടന്ന പാടാൻ പറ്റത്തില്ല. പ്രവചനമുണ്ടെങ്കിലും പാട്ടുണ്ടെങ്കിലും തപ്പുണ്ടെങ്കിലും അടിമനുഖത്തിന്റെ കീഴിലാണെങ്കിൽ നിനക്ക് ആരാധിക്കാൻ പറ്റത്തില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവർ ഇപ്പം മുമ്പിൽ വഴി അടഞ്ഞു പോയ പോലൊരവസ്ഥ. ചെങ്കടൽ. ഹല്ലേലൂയ. പുറകെ വന്ന ശത്രു വിളിച്ചു പറഞ്ഞു, തീർന്നു വഴി തീർന്നു. ആരാധിക്കാൻ ഇറങ്ങിയവനോട് പറയാം, നിന്റെ മുമ്പിലുള്ള വഴി അടഞ്ഞു. ഇന്ന് രാത്രി വിളിച്ചു പറയാം, സ്വതന്ത്രം. പുറകെ വന്നവൻ ഒരൊറ്റ വാക്കാ പറഞ്ഞത്, ഇനിയും നീ മുന്നോട്ട് പോകത്തില്ല, ഇനിയും നിനക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല.
ഹല്ലേലൂയ. അവിടെ നിന്ന് ആരാധിക്കാമെന്ന് പറഞ്ഞു, പറ്റിയില്ല. മരുഭൂമി പോകണമെന്ന് പറഞ്ഞു, ഒന്നിച്ചു പോകണമെന്ന് പറഞ്ഞു, ഇറങ്ങിയതാ. ആരാധിക്കാൻ ഇറങ്ങിയവന്റെ മുമ്പിലുള്ള വഴിയെ ശത്രുവിന് കാണാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ പറഞ്ഞവൻ, ഹല്ലേലൂയ. സക്കായിയോട് പറഞ്ഞു വേഗം ഇറങ്ങി വരാൻ പറഞ്ഞവൻ, ഹല്ലേലൂയ. അബ്രഹാമിനോട് പറഞ്ഞു സകലതും വിട്ടിറങ്ങാൻ പറഞ്ഞവൻ, ഹല്ലേലൂയ. പത്രോസിനോട് പറഞ്ഞു ആഴത്തിലേക്ക് ഇറക്കാൻ വന്നവൻ, അനുസരിച്ചവർക്കെല്ലാം അനുഗ്രഹമുണ്ടായി. രാത്രി ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ആരാധിക്കാൻ ഇറങ്ങിയവന്റെ മുമ്പിൽ ശത്രു പുറകെ വന്ന് നോക്കിയപ്പോൾ വഴിയെല്ലാം അടഞ്ഞുപോയി. ഇരുപുറം ഉയർന്നു നിൽക്കുന്ന പർവ്വതനിരകൾ, മുന്നിൽ ചെങ്കടൽ. അവൻ വിളിച്ചു പറഞ്ഞു ഇനിയും നിന്റെ മുമ്പിൽ ഒരു വഴിയുമില്ല. എന്നിട്ട് ഒടുവിൽ അവൻ വിളിച്ചു പറഞ്ഞൊരു ദൂതുണ്ട്, ഇനിയും മുന്നോട്ട് പോകാൻ നിനക്ക് പറ്റത്തില്ല. ആരാധിക്കാൻ ഇറങ്ങിയവനല്ലയോ, പ്രാർത്ഥിക്കാൻ ഇറങ്ങിയവനല്ലയോ, അടയാളത്തോടുകൂടി ഇറങ്ങിയവനല്ലയോ? ഇന്ന് രാത്രി വിളിച്ചു പറയാം, ദൈവത്തെ ആരാധിക്കാൻ നീ നിന്റെ ദേശത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, നിന്റെ മുമ്പിലുള്ള വഴി അടഞ്ഞെന്ന് ശത്രു വെല്ലുവിളിച്ചാലും നീ ഭാരപ്പെടരുത്. അല്ലെ, ശത്രു വിളിച്ചു പറഞ്ഞു ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാ, മുമ്പിൽ ചെങ്കടല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. തമ്പുരാൻ പറഞ്ഞു ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാ, ഇത് ആരാധിക്കാൻ ഇറങ്ങിയവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാ. ശത്രു പറഞ്ഞു ഇത് നിന്റെ ഒടുക്കമാ. തമ്പുരാൻ പറഞ്ഞു ഇത് നിന്റെ ഒടുക്കമാ. ആരാധിക്കാൻ ഇറങ്ങിയവന്റെ തുടക്കമായത്. അവന് വേണ്ടി ആഴിയുടെ ആഴങ്ങളിൽ വീണ്ടെടുക്കപ്പെട്ടവന് വേണ്ടി വഴി തുറക്കുന്ന ദൈവം വിളിച്ചു പറഞ്ഞു എന്നെ ആരാധിപ്പാൻ ഇറങ്ങിയവന്റെ മുമ്പിൽ ഞാൻ വഴി തുറക്കും. അവനെ മരുഭൂമി ഞാൻ നടത്തൂ, അവനെ വെല്ലുവിളികളുടെ നടുവിൽ ഞാൻ നടത്തൂ, ചെങ്കടൽ നടുവിലൂടെ നടത്തൂ, അവനെ യോർദാന്റെ മധ്യേ ഞാൻ നടത്തൂ, അവന് മന്ന കൊടുക്കൂ, കാരണം ഞാൻ അവനെ കനാനിലെത്തിക്കാനാ. ശത്രു പറഞ്ഞു ഇത് നിന്റെ ഒടുക്കമാ. തമ്പുരാൻ പറഞ്ഞല്ല, അവന്റെ തുടക്കമായത്. ആരാധിക്കാൻ ഇറങ്ങിയവന്റെ ഒടുക്കം നിശ്ചയിക്കുന്ന ശത്രുവേ നീയല്ല. അവന്റെ മുമ്പിൽ ആഴിയുടെ ആഴങ്ങളിൽ വീണ്ടെടുക്കപ്പെട്ടവന് വേണ്ടി വഴി തുറന്നവൻ അവർക്ക് മുമ്പേ കടന്നുപോയി. ചെങ്കടലിന് നേരെ വഴി നീട്ടി. ആരും കാണാത്ത വാതിൽ കണ്ണുകളെ അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കണം. ആരാ എന്റെ ജനം? തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ജനം. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞു ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ജനം. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുകളെ ഒരു നിമിഷം അടച്ചാട്. ഹല്ലേലൂയ. അല്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെയാ, ഞാൻ എൻ്റെ ദൈവത്തിന്റെ വകയാ, അവന്റെ രക്തത്തിന്റെ വീണ്ടെടുപ്പിന്റെ വിലയാ ഞാൻ. ഉത്തമ ബോധ്യമുള്ളവർ ആദരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ട്. എനിക്ക് വേണ്ടി വില തന്ന ഒരു ദൈവമുണ്ട്. വെള്ളിയും പൊന്നുമല്ല എന്നെ വീണ്ടെടുത്തത്. എന്നെ വീണ്ടെടുത്ത നാസ്രയനോ യേശുവിന്റെ രക്തമാണെങ്കിൽ ആ വീണ്ടെടുപ്പിന്റെ വിലയാ ഞാന്. പ്രിയരെ, എന്നെ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലോ. ആ മുദ്രയെ പൊട്ടിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു നിമിഷം എല്ലാവരും കരമടിച്ച ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. ഇറങ്ങി തിരിച്ചവൻ അക്കരെ എത്തിയപ്പോൾ അവർ തപ്പെടുത്ത് സ്തുതിച്ചു. ഹല്ലേലൂയ. അടിമനുഖത്തിൽ പാട്ട് വരത്തില്ല, ആരാധന വെളിപ്പെടത്തില്ല. അല്ലെ, ചങ്ങലകളെ അഴിക്കുന്നവൻ, കെട്ടുകളെ പൊട്ടിക്കുന്നവൻ അവരെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവരുടെ പാട്ട് പുറത്തു വന്നു. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ഫറവോന്റെ അടിമത്തത്തിൽ കിടന്നാൽ പാട്ടുണ്ടെങ്കിലും തപ്പുണ്ടെങ്കിലും പ്രവചനമുണ്ടെങ്കിലും അത് വെളിപ്പെടത്തില്ല. എന്നാൽ ചങ്ങല അടിച്ചു പുറത്തു കൊണ്ടുവരുന്നവന്റെ ശക്തി ജനത്തെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവർ തപ്പെടുത്തു. സകല നുഖത്തെയും തകർക്കുന്ന ദൈവശക്തി, എല്ലാ നുഖത്തെയും പൊട്ടിക്കുന്ന ദൈവശക്തി. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് സൗഖ്യം തന്നു. ദൈവം നമുക്ക് വിടുതൽ തന്നു. പാപാന്തകാരത്തിന്റെ ചേറ്റുകുഴിയിൽ അവൻ നമ്മെ പുറത്തു കൊണ്ടുവന്നു. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ഒറ്റയൊരുത്തനെ തേടി ഒരു ദേശത്ത് വരുന്ന കർത്താവ് ഉയർന്നു നിന്ന കാട്ടത്തിയുടെ മുകളിൽ ഇരുന്നവനെ വിളിച്ച് സഖായേ
വേഗം ഇറങ്ങി വാ. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഒരുത്തൻ ഇറങ്ങി വന്നത് വീടിന്റെ മൊത്തം രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അബ്രഹാമേ വിട്ടിറങ്ങ്. പത്രോസേ കരയുമായുള്ള ബന്ധം വിട്ട് ആഴങ്ങളിലേക്ക് പടകൊന്നിറക്ക്. അവന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ, അവന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കണം. എനിക്ക് സൗഖ്യം തന്ന, എനിക്ക് വിടുതൽ തന്ന, എന്റെ പാപക്ഷമ തന്ന, എന്റെ രോഗത്തെ സൗഖ്യമാക്കിയ, എന്റെ ശാപത്തെ മാറ്റി എന്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കണം. രാത്രി ആത്മസാന്നിധ്യം ഈ ദേശത്തെ ഓരോ കുടുംബങ്ങളുടെ മേലും അതങ്ങനെ തന്നെ വെളിപ്പെടട്ടെ. കരമുയർത്താം. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ ആരാധിപ്പാൻ ഇറങ്ങി തിരിച്ച ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞാൻ എന്റെ ജനത്തിന് ശക്തി തരുമെന്ന് പറഞ്ഞ നാഥനെ, അങ്ങയുടെ ജനത്തെ ശക്തി തന്ന് ബലപ്പെടുത്തി സാക്ഷികളായി നിർത്തുന്ന ദൈവത്തിന്റെ വലിയ മഹത്വം ഹല്ലേലൂയ ഇന്ന് രാത്രി സകലരുടെ മേലും വെളിപ്പെടുവാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രാത്രി ആ സ്വാതന്ത്ര്യം ലഭിക്കാതിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ ക്രിസ്തുവിലൂടെയുള്ള ആ മഹാസ്വാതന്ത്ര്യം, ആ രക്ഷ, ആ നിത്യജീവൻ ഇന്ന് രാത്രി കരഗതമാക്കുവാൻ സ്വർഗം സഹായിക്കും, മഹത്വമെടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.